ആ പാട്ട് ഏതായിരുന്നു? ആ ട്യൂണിലുള്ള പാട്ട് ഏതായിരുന്നു? ഏതൊരു പാട്ട് പറയടാ. ഈജിപ്ഷ്യൻ പുണ്ട വന്നടാ. എടാ മുത്ത, നീ എല്ലാം കളിയാക്കിയിട്ട് നീ ഇരിക്കുന്നത് കുണ്ടന്നൂർ പാലത്തിന്റെ അടിയിലാണ്. നീ എന്നെ കളിയാക്കിയിട്ട് നീ ഇരിക്കുന്ന കുണ്ടന്നൂർ പാലത്തിന്റെ അടിയിലാണ്. ഞാൻ നാളെ കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യയിലില്ല. ഞാൻ ഇന്ത്യ വിട്ട് പുറത്തു പോയത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നാളെയും കൂടി കഴിഞ്ഞ ഞാൻ നല്ല പാട്ടൊന്നുമില്ല കേട്ടോ. ഓക്കെ ഓക്കെ, കണ്ണും കൂട്ടി കറക്കി കുത്തി ഒരു പാട്ട്. ഓക്കെ, കറക്കി കുത്തി ഒരു പാട്ട് എന്തെല്ലാം. Alright everybody, yo what's up? Alright what's up? പോയടാ അന്റെ മോൻ പേച്ചു പോയടാ. നിന്റെ മൈൻഡ് ഒന്ന് തുറന്നിട്ട് ചുറ്റുമെല്ലാം മറന്നിട്ട് കയ്യിലുള്ള മായജാല നാക്കിലൊന്ന് പതിപ്പിക്ക്. ഉള്ളിലുള്ള ഭാരം നിന്റെ കേട്ട് ഡാർക്കിന്റെ കരിക്ക് പാട്ടി കഴിയും വരെ പവർ നീ വെടിപ്പിക്ക്. സ്പീക്കറിന്റെ ഒച്ച കേട്ട് ചെവി നിന്റെ മരവിക്ക്. ഇടതില്ല വലതില്ല കൈകാലും നിലക്കില്ല. പേപ്പർ ഇട്ട് പൊളിച്ചില്ല. ഇട്ടതില്ല ഫലമില്ല. ആണില്ല പെണ്ണില്ല തമ്മിലിപ്പോ ഭേദമില്ല. ഇട്ടപ്പൊട്ടും കളിയില് ചിന്തക്കോ ബലമില്ല. മനസ്സിലോ കള്ളമില്ല. കറങ്ങി തിരിഞ്ഞു തുള്ളിലെ ഫലമില്ല. അടങ്ങില്ല നിലക്കില്ല. നിന്റെ കയ്യിൽ ഒതുങ്ങില്ല. വൈപ്പെട്ട് തെറിമോനെ ആരും നിന്നെ തടയില്ല. സീൻ സോങ്ങാ, ഞാൻ മറന്നുപോയില്ല കാര്യം. ഇതെന്നെ ഇടക്കിടക്ക് പ്ലേ ചെയ്യണം. ഞാൻ ഒരിക്കലും ഇത് പ്ലേ ചെയ്തിട്ടുണ്ട്. ശരിയായിട്ട് സൈപ്പാട്ട് നിന്റെ നാവിലോ ഒതുങ്ങില്ല ഈ പാട്ട്. കൈ കാലാട്ട് ചുമ അനങ്ങി കളിക്കില്ല ലിതാറാട്ട്. ഇത് സൈപ്പാട്ട് നിന്റെ നാവിലോ ഒതുങ്ങില്ല ഈ പാട്ട്. കൈ കാലാട്ട് ചുമ അനങ്ങി. Yo Mystic 2OP, thank you for the 1000 diamonds brother. All the best for the trip man. My boy എന്ന് പറയുന്നത്. Thank you for that. ട്രിപ്പ് വ്ളോഗാണ് തീരുമാനിച്ചു. ട്രിപ്പ് വ്ളോഗ് ആയിരിക്കും. അയ്യാറില് സാധ്യത വളരെ കുറവാണ്. നമുക്ക് നോക്കാം. ഫോർച്യൂണർ കാണിക്കോ പ്ലീസ് പറയുന്നുണ്ട്. ഫോർച്യൂണർ എങ്ങനെ കാണിക്കാനായി? ഈ ക്യാമറ ഇതിന് വയർഡ് ക്യാമറ അല്ലേ? പിന്നെ ഞാൻ IRL-ലേക്ക് സ്വിച്ച് ചെയ്യേണ്ടി വരും. പുറത്താണ് ഫോർച്യൂണർ ഉള്ളത്. ഓക്കെ ഫോർച്യൂണർ കാണിച്ചാ. ഒരു വഴിയുണ്ട് ഫോർച്യൂണർ കാണിക്കാം. ഇത് സൈപ്പാട്ട് നിന്റെ നാവിലോ ഒതുങ്ങില്ല ഈ പാട്ട്. കൈ കാലാട്ട് ചുമ അനങ്ങി കളിക്കില്ല ലിതാറാട്ട്. ഇത് സൈപ്പാട്ട് നിന്റെ നാവിലോ ഒതുങ്ങില്ല ഈ പാട്ട്. കൈ കാലാട്ട് ചുമ അനങ്ങി കളിക്കില്ല ലിതാറാട്ട്. സൈപ്പാട്ട് ഫോർച്യൂണർ കാണിച്ചാ. ഫോർച്യൂണർ കാണിക്കാം. എക്സ്ക്ലൂസീവ് സൈപ്പാട്ട്. എടാ മുത്തേ, ഇനി ലൊക്കേഷൻ ലീക്കായാലും സീനില്ല. കാരണം നമ്മ വീട് മാറി. ഓക്കെ, നമ്മ വീട് മാറാൻ പോയോ. അപ്പൊ ഇനി ലൊക്കേഷൻ ലീക്കായാലും എന്ത് ലൊട്ടായാലും നമ്മക്ക് സീനില്ല. ഞാൻ കാര്യം പറയാലോ മുത്തേ, ഒരു സീനും ഇല്ല. ഇനി എന്ത് ഇതായാലും നമുക്ക് സീനില്ല. കാരണം ഇത്രയും കാലം ലൊക്കേഷൻ ലീക്കാവും വെച്ചിട്ട് പേടിച്ച് ജീവിച്ചു. ഇനി മുത്തേ, ഇനി പേടിച്ച് ജീവിക്കാൻ നമ്മയില്ല. കാരണം വീട് മാറിയാണ്. എന്ത് ലൊട്ടയായാലും നമുക്ക് കുഴപ്പമില്ല. ലൊക്കേഷൻ ഫുൾ ലീക്ക്. ഓക്കെ, വിക്കിത്തങ്ങനെ പോലീസ് കൊണ്ട്. എടാ അറിയാടാ എന്നോട് പറഞ്ഞാണ്.
അത് സംഭവമില്ലടാ. എന്തായാലും 10 ദിവസം പോയി കടക്കേണ്ട വരും, വേറെ വഴിയില്ല. കുറച്ച് ദിവസം എന്തായാലും പോയി കടക്കേണ്ട വരും, മനസ്സിലാവും. അത് ഓൻ സ്വയം കീഴടങ്ങി, അത് ഓൻ്റേത്, മനസ്സിലാവും. അത് മീൻസ് ഓനക്ക് വേണമെങ്കിൽ ഇനിയും ഒളിവിൽ തുടരാം, മനസ്സിലാവും. എത്ര കാലം വേണമെങ്കിൽ ഓനക്ക് ഒളിവിൽ തുടരാം. പക്ഷെ ഓനെന്താ, ഓൻ്റെ മനസ്സ് ഓനവിടെ പോയി കീഴടങ്ങി, സ്വയം കീഴടങ്ങി. അതൊരു ഹീറോൻ്റെ ക്വാളിറ്റിയാടാ, ഞാൻ കാര്യം പറയാലോ. ഒരു ഹീറോൻ്റെ ക്വാളിറ്റിയാണ് എന്തെല്ലാം പറഞ്ഞാലും. കുറച്ച് കാലം ഓൻ ഓടി, പക്ഷെ സ്റ്റിൽ ഓൻ കീഴടങ്ങി, മനസ്സിലാവും. ഓനക്കത് എല്ലാം തീർത്ത് ഓൻ്റെ നോർമൽ ലൈഫിലേക്ക്, ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം, മനസ്സിലാവും. ഓനക്ക് ഓടി മടുത്തിട്ടുണ്ടാവും. ഞാൻ ശരിക്കും വിക്കിനെ കാണുന്നത് ശരിക്കും ഒരു ഹോളിവുഡ് സിനിമയിലൊരു എന്താ പറയുക, റോബറി സിനിമ അല്ല, ഒരു എന്താ പറയുക, ഒരു മനസ്സിലാവും, ഒരു ക്രൈം ത്രില്ലർ സിനിമ ഇല്ല, അതിലുള്ളൊരു ഹീറോനെ പോലെയാണ് ഞാൻ വിക്കിനെ കാണുന്നത്. ഞാൻ കാര്യം പറയാം, ലാസ്റ്റ് ഓനക്ക് ഓടി മടുത്ത് എന്നുള്ള ഒരു ലെവലിലാണ് ഓന് കീഴടങ്ങുന്നത്. നിങ്ങൾ ആലോചിച്ചു, ഓൻ്റെ സ്റ്റോറി ഭയങ്കര ഇതാണോ, കാര്യം പറയല്ലോ, ഓൻ്റെ സ്റ്റോറി വേറെ തന്നെയാണോ. അത് സൽമാൻ അവിടെ പുതിയ ഡയമണ്ട് ഡൊണേറ്ററിനെ കിട്ടി. സാധാരണ മിസ്റ്റിക്ക് മാത്രമേ ഇവിടെ ഡയമണ്ട് ഇടുന്ന ഞാൻ കാണില്ല. ഞാൻ വേറെ ആരും ഇവിടെ ഡയമണ്ട് ഇടുന്ന ഞാൻ കാണില്ല. ഇവിടെ ഉണ്ടല്ലേ ജമീലേ, അൽവിൻ തോമസ്. ഓക്കെ. ഈ ഈജിപ്ത് ചെന്നിട്ട് സലാലാനെ മീറ്റ് ചെയ്യുന്നുണ്ടോ? സലാലാരാടാ? ഓളാരാ? സലാലാരാ? കോൾ ജ്യോതി. എടാ ഞാൻ എനിക്ക് എന്താ അറിയോ പ്രശ്നം, എൻ്റെ പേടി എന്താ അറിയോ, എനിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാ ഇനി ഞാൻ ലൈവ് കോൾ ചെയ്യൂല. ഞാൻ കാര്യം പറയാലോ, ബാക്കിയല്ല ഞാൻ തമാശയും കളി ആക്കുന്നത്, വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതാക്കുന്നത്. എനിക്ക് കുറച്ചൊരു പാവം തോന്നുന്ന ആൾക്കാരെ ഞാൻ ലൈവിൽ വിളിക്കൂല. കാരണം ഞാൻ ലൈവിൽ ആരെ വിളിച്ചാലും നിങ്ങൾ ചാറ്റിൽ വന്നിട്ട് പറയുന്ന വൃത്തിയായിട്ട വർത്താനം എനിക്കറിയാം. നിങ്ങൾ ഹെയ്റ്റ് ഉണ്ടാക്കി കൊടുക്കും, നിങ്ങൾ എങ്ങനെയെങ്കിലും ആയിട്ട് ഹെയ്റ്റ് ഉണ്ടാക്കി കൊടുക്കും. എനിക്ക് നിങ്ങളെ പേടിയാണ്, ഞാൻ കാര്യം പറയല. ബാക്കി എല്ലാവരും വിളിക്കും, പക്ഷെ നമുക്ക് കുറച്ച് ഇഷ്ടം തോന്നുന്ന ആൾക്കാരെ ലൈവിൽ വിളിക്കാണ്ട് നിൽക്കുന്ന ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വാക്ക് തരണം, നിങ്ങൾ റെസ്പെക്ട്ഫുൾ ആയിക്കോളാന്ന് നിങ്ങൾക്ക് വാക്ക് തരണം, അങ്ങനെയാണ് വിളിക്കാം. പെട്ടി പാക്കിങ് ലൈവ് ആണെന്ന്. പെട്ടി പാക്കിങ് ലൈവ് വരാൻ വേണ്ടിട്ട് ഇവിടെ പെട്ടി പാക്കിങ് ഇല്ല. ഇവിടെ വീട് മാറുന്നതിന് നമുക്ക് പെട്ടി പാക്കിങ് അല്ല, നമ്മൾ ബാണ്ടം പാക്കിങ് ആണ്. നീ ഇവിടുത്തെ നമുക്ക് ഒറ്റ വീട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ ഇത് കണ്ടോ, വീട് മാറുന്നതായിട്ട് ഇവിടുത്തെ അവസ്ഥ നീ കണ്ടോ മുത്തേ? മമ്മൂനോട് വീട് മാറുന്നതിലും ഒതുക്കി പാക്ക് ചെയ്ത് നല്ല വൃത്തിക്ക് നമുക്ക് ലോറിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാക്കി വെക്കണം എന്ന് പറഞ്ഞത്. ഇപ്പം എല്ലാം വൃത്തിയാക്കി, അപ്പുറത്തെ എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി, പക്ഷെ കൂട്ടിയിട്ടത് ഇങ്ങനെയാണ്. ഇത് ഞാൻ എങ്ങനെ കൊണ്ടുപോകുന്ന എനിക്കറിയില്ല. എനിക്കൊന്ന് ഇത് ബാണ്ടൊക്കെ ഇട്ടാക്കിയിട്ട് എനിക്കൊന്ന് ആ തുണി ഉണ്ടാവും, ആ തുണി ആ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റിലാറ്റം ഇത് മൊത്തം എടുത്ത് കെട്ടി മറ്റേ ഉള്ളിലേക്ക് ഇതാക്കിയിട്ട് ഒരു ഉണ്ട പോലെ ആക്കിയിട്ട് കൊണ്ടുപോകണം. അതാണ് അവസ്ഥ. ഇതൊരിക്കലും എനക്ക് വന്നില്ല. ഇവനെ കൊണ്ട് ഞാൻ കാര്യം പറയല്ല, വൃത്തിക്കൊരു ലോകത്തൊരു കാര്യം എനിക്ക് വൃത്തിക്ക് ചെയ്യാൻ കഴിയില്ല, അത് എനിക്ക് മനസ്സിലായി. മമ്മൂ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ഒരു കാരണവശാലും വൃത്തിയിലൊരു പണി അല്ലെങ്കിൽ എന്ത് കാര്യമായാലും, കുക്കിംഗ് ആയിക്കോട്ടെ എന്ത് കാര്യം ആയിക്കോട്ടെ, വൃത്തിയിലൊരു കാര്യം തീർക്കാൻ മമ്മൂനെ കൊണ്ട് സാധിക്കൂല. അതെനക്ക് ഞാൻ ഉറപ്പിച്ച കാര്യമാണ്. ഓക്കെ, സൂപ്പർ ചാറ്റ് ആക്കിയില്ല. ഒന്നില്ലടാ, എനക്ക് ഒന്ന് സെർവർ എന്തോ ഇല്ല, ശരിയായില്ലേ? ആയില്ലേ? അതിന് തോന്നുന്നേ നോട്ടെ. സൂപ്പർ ചാറ്റിന് എന്തോ ഇന്നലെ മുതൽ സെർവർ എന്തോ സീനാണ്, അറിയില്ല. എടാ സെർവർ ഒന്ന് റീഫ്രഷ് ചെയ്യണേ, TTS വരുന്നില്ല, സൂപ്പർ ചാറ്റിന്റെ വരുന്നില്ല. അമ്മ അത് ആരും ഇടാത്താന്നോ എനിക്കറിയില്ല, കുറെ സമയത്ത് വരുന്നതാണില്ല. ഒന്ന് വെറുതെ റീഫ്രഷ് അടിച്ചു വെച്ചോ. ഓക്കെ ഓക്കെ. Alright.
IRL ഈജിപ്ത് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. IRL ഈജിപ്ത് ഉണ്ട്. നമ്മൾ ഫുള്ള് വ്ളോഗ് ചെയ്യാൻ പോയത്. ഓക്കെ, ഫുള്ള് ഈജിപ്ത് ട്രിപ്പ് നമ്മൾ വ്ളോഗ് ചെയ്യാൻ പോയത്. IRLിൻ്റെ കാര്യം എനിക്ക് ഉറപ്പില്ല. ചിലപ്പോൾ നാളെ IRL ഞാൻ പ്ലാൻ ചെയ്യുമായിരിക്കും, എനിക്കറിയില്ല. അതിനുള്ള സെറ്റപ്പ് അവിടെ ഉണ്ടാ എനിക്ക് അറിയില്ല, മനസ്സിലായി. അവിടുത്തെ റേഞ്ചും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അവിടെ ഇനി ഈജിപ്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കുറച്ച് റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത് ചില സിറ്റി ഏരിയാസ് ഒഴിച്ചാൽ ബാക്കി മൊത്തം ഈ മരുഭൂമി പരിപാടിയാണ്, മനസ്സിലായോ? ഇവിടെയെല്ലാം പോയിട്ട് നമ്മൾ ഈ മറ്റേ ക്യാമൽ റൈഡിനെല്ലാം പോയിട്ട് IRLൊന്നും ഒരിക്കലും നടക്കൂല. മരുഭൂമിയിലൊന്നും ഒരു കട്ട പോലും റേഞ്ച് കിട്ടൂല എന്നാണ് പറഞ്ഞത്. ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു, ഞാൻ ഫുള്ള് നോക്കി. റേഞ്ച് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഈ കൈറോ പോലത്തെ, കൈറോ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സിറ്റി ഉണ്ട്. നമുക്ക് കൈറോയിലേക്കാണ് പോകുന്നത്. ഓക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കൈറോ എന്ന് പറഞ്ഞ സിറ്റിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, ആടെ റേഞ്ച് കിട്ടും, പക്ഷെ അതിന്റെ ഇപ്പുറത്ത് മൊത്തം മരുഭൂമി. ആടെ എവിടെയും റേഞ്ച് കിട്ടൂല. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെന്നോ? റെക്കോർഡ് അതിന് ഞാൻ എങ്ങനെയാടാ എന്നോട് പറഞ്ഞെന്താടാ കാര്യം? നീ നിന്റെ ഫോണിലല്ല, അല്ല നിന്റെ PC-ലല്ല നീ റെക്കോർഡ് ചെയ്യുന്നത്. അതും ഞാനുമായിട്ട് ബന്ധമില്ല, മനസ്സിലായോ മോനെ? ഇത് എന്ത് പറഞ്ഞാലും ഉപ്പാനോട് വന്നിട്ട് പറയുന്ന പോലെ വന്നിട്ട് എന്നോട് കംപ്ലൈൻറ്റ് ചെയ്യല്ലോ. ഇതെന്താണിത്? ഞാൻ എന്താന്ന് എല്ലാവരും തീട്ടം വരാൻ നിൽക്കുന്നത്. ഞാൻ എനിക്ക് ചന്തിയും കൂടി ഞാൻ കൈകി തരാടാ. ഇനി ഞാൻ എൻ്റെ റെക്കോർഡിങ് ബഗ്ഗും ഞാൻ ഫിക്സ് ചെയ്ത് എല്ലാം സെറ്റാക്കി തരാം. എനിക്ക് ബായിൽ വെച്ചരാം, അന്നം ബായിൽ വെച്ചരാം. അതും കൂടി ഞാൻ എനിക്ക് ചെയ്തു തരാം. കാര്യം പറയാലോ. യൂട്യൂബ് ലൈവ് ആകുന്നുണ്ട്. ഓക്കെ നമുക്ക് എത്ര ഇനി പ്രോ സ്ട്രീം എത്രയാണ് ചെയ്യാണ്ട്? 2 അല്ലേ? 2 അതിന് 2 പ്രോ സ്ട്രീമും കൂടി ചെയ്യാൻ. 2 1 ഇന്നത്തെയും കൂട്ടിയാ പിന്നെ 1 ബാക്കി ഉണ്ടാവും. നമുക്കറിയില്ല, 1 2 പ്രോ സ്ട്രീമാണെന്ന് തോന്നുന്നു. 1 2 ആയിരിക്കും. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആയി. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് ഇല്ല, കേട്ടില്ല, ഞാൻ ഇങ്ങോട്ടേക്ക് ഇല്ല. ഈ പരിപാടിക്ക് ഞാനില്ല. പ്രോ സ്ട്രീം എന്ന് പറഞ്ഞ പരിപാടി ഞാൻ നിർത്തി. അഥവാ റൂട്ടിൽ ഇടുന്നുണ്ടെങ്കിൽ തന്നെ നോർമൽ സ്ട്രീം സാധ്യമില്ല. എനിക്ക് യൂട്യൂബ് ചെയ്യാൻ താല്പര്യം. കാര്യം പറയാലോ, എനിക്ക് ഒരുമാതിരി ബംഗാളി ഇതുപോലത്തെ ഇൻ്റർഫേസും ഇങ്ങനെ ആപ്പ് തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വലിയ വട്ടം വരും, ഇങ്ങനെ കറക്കലും എനിക്ക് നടക്കുന്നില്ല. ആ കാര്യം പറയാലോ. ഞാൻ യൂട്യൂബിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള പ്ലാനാണ് ഞാൻ നോക്കുന്നത്. മിക്കവാറും ചിലപ്പം റൂട്ടിൽ ചെയ്യാം, നമുക്കറിയില്ല. എന്തായാലും പ്രോ ഞാൻ ചെയ്യില്ല, പ്രോ ഞാൻ നിർത്തി. 1 വീക്ക് കഴിഞ്ഞ് സ്റ്റോപ്പ് പ്രോ സ്ട്രീം മദർഫക്കർ. ബ്രോ വാട്ട് ദ ഫക്ക് ബ്രോ, 1 വീക്ക് സമയം കഴിഞ്ഞു. പക്ഷെ ഞാൻ 1 വീക്ക് ചെയ്തില്ല. ഞാൻ 3-4 ദിവസം ചെയ്തില്ല. നിങ്ങൾ അത് ചിന്തിക്ക്, മനസ്സിലാവും. 1 വീക്ക് ഞാൻ 7 ദിവസം ഞാൻ ചെയ്തില്ല. 7 ദിവസം ഞാൻ ആകെ 3 പ്രോ സ്ട്രീമാണ് ചെയ്തത്, മനസ്സിലാവും. 3-4 എനിക്ക് അറിയില്ല. എന്തായാലും 5-6 ചെയ്ത് ഒഴിവാ, 4-5 ചെയ്ത് ഒഴിവാന്നുള്ള മൈൻഡിലാണ് നിൽക്കുന്നത്. 1-2 ചെയ്യാണ്ടെന്ന് അവരൊന്നും പറയില്ലായിരിക്കും, എനിക്കറിയില്ല. ഓക്കെ പറ, ഇന്നെന്താ ചെയ്യാൻ പോകുന്നത്? ഇന്നെന്താ പരിപാടി പറ. വീഡിയോ എപ്പോഴാണ് വരുന്നതെന്ന് വീഡിയോ എനിക്ക് അറിയില്ല. ഞാനിപ്പോൾ പോയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ മറ്റന്നാളെ ഫ്ലൈറ്റ്. അത് 2 ദിവസത്തെ അടുത്തേക്ക് ട്രാവൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. 2 ദിവസം അടുത്തേക്ക് ട്രാവൽ ഉണ്ട്. എന്താ എനിക്കറിയില്ല. 2 ദിവസം എന്തിനാണെന്ന് എനിക്കറിയില്ല. 2 ദിവസം അടുത്തേക്ക് ട്രാവൽ ഉണ്ട്. 1.5 ദിവസം അങ്ങനെ എന്തോ ട്രാവൽ ഉണ്ട്. അത് കഴിഞ്ഞാൽ ആടുന്ന് എഡിറ്റ് ചെയ്യലല്ല, ഞാൻ ആടുന്ന് അയച്ചു കൊടുക്കണം. ആടുന്ന് വൈഫൈ കിട്ടിയിട്ട് ക്ലിപ്പ് അയച്ചു കൊടുത്തിട്ട് എന്താ ചെയ്യാൻ കുറച്ച് ദിവസം എടുക്കും. എന്തായാലും വ്ളോഗ് വരാൻ എനിക്ക് വന്ന് തിരിച്ചു വന്നിട്ട് ഞാൻ വ്ളോഗ് അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ആരെ എഡിറ്റ് ചെയ്യുന്ന ഒന്നും എനിക്കറിയില്ല. ഞാൻ ഒറ്റ കാര്യം പറയില്ല, ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഞാൻ വ്ളോഗ് എടുത്തില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ വ്ളോഗ് എടുക്കുന്നത്. ഓക്കെ, IRLാണെങ്കിൽ ഓക്കെ, IRLൊന്നും ചിന്തിക്കാറില്ല. അയാളുടെ നേരെ അങ്ങ് എവിടെയൊക്കെ ഒരു നല്ല സ്ഥലത്ത് പോയിട്ട് അങ്ങ് ക്യാമറ ഓണാക്കി ഒന്ന് IRLാണെങ്കിൽ 2-3 മണിക്കൂർ കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്ത് IRLായി, മനസ്സിലാവും. വ്ളോഗ് അങ്ങനെയല്ല. വ്ളോഗിൻ്റെ പരിപാടി എനിക്കറിയില്ല. ക്ലിപ്പ് കുറേ ക്ലിപ്പ് ഇങ്ങനെ ഉണ്ടല്ലോ, റെക്കോർഡ് ഓഫ് ഇങ്ങനെ കുറേ ക്ലിപ്പ് ഉണ്ടാവും. ഇതെല്ലാം കമ്പയർ ചെയ്ത് എഡിറ്റ് ചെയ്ത് സാധനം ഇറക്കൽ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല. ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ നോക്കാം. എന്തായാലും കുറച്ച് ലേറ്റ് ആയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടായാലും ഞാൻ ഇടും. ഓക്കെ, ഒരാഴ്ച ലേറ്റ് ആയാലും വ്ളോഗ് വരും. കോൾ ജ്യോതിനെ വിളിക്കണം മാട്ട. നിങ്ങൾ എന്നാ വാക്കാ, നിങ്ങൾ പ്രോമിസാ. കാരണം ജ്യോതി അത്രയും ഇതറിയാലോ, അത്രയും ഒരു പാവം പെണ്ണാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഹെയ്റ്റ് കൊടുക്കൂല, ചാറ്റിൽ വന്നിട്ട് കൊണ അറിയൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വിളിക്കുക, അല്ലെങ്കിൽ വിട്ട.
ട്രിപ്പിൽ ആരൊക്കെ ഉണ്ട് കൂടെ എന്നാ? ട്രിപ്പിൽ ഞാനും മാക്ക് മാത്രമേ ഉള്ളൂ, അച്ചായനില്ല. ഞാനും മാക്ക് മാത്രമേ ഉള്ളൂ, രണ്ടാൾക്കും പോകാൻ പറ്റും. അതാണ് ഡാബ്സി ന്യൂസ് ഓൺ ഡാബ്സി പുതിയ ഓട്ടർ ഇറക്കിയോ? ഞാൻ കണ്ടടാ, അലിഫല്ലേ? അലിഫ് ഞാൻ കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഡാബ്സിന്റെ ഓട്ടം, എനിക്ക് ഇഷ്ടപ്പെട്ട. വേറെ പറ ഹാക പ്രോമിസ് എന്ന് പറയുന്നുണ്ട്. എനക്കറിയാം, റെസ്പെക്ട് എനക്ക് അറിയില്ല മൊത്തം. നിന്നെ ഒന്നും എനക്ക് ശരിക്കും പറ ബ്രോ. വാക്സിൻ്റെ കാര്യം എന്താ? ഓക്കെ ബ്രോ, വാക്സിൻ്റെ ഹാപ്പി ന്യൂസ് ഉണ്ട് ബ്രോ. ഞാൻ ഒരു കാര്യം പറയാം, വാക്സിന് ഞാൻ എങ്ങനെയല്ലോ തപ്പിപ്പിടിച്ച് ഞാൻ കുറേ ടീമിന് മെസ്സേജ് അയച്ച് കുറേ ആൾക്കാരായിട്ട് കണക്ട് ചെയ്ത് കോൾ ചെയ്ത് ഒരു ടീമിനെ ഞങ്ങൾക്ക് മുട്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. വാക്സുമായിട്ട് ഓൻ്റെ സ്പോൺസർഷിപ്പ് കാര്യങ്ങൾ ഏറ്റെടുക്കാന്ന് പറഞ്ഞു. സ്പോൺസർഷിപ്പ് അല്ല, ഒരു പറഞ്ഞത് ഓൻ്റെ ട്രെയിനിങ് ഇതും കാര്യങ്ങളെല്ലാം ഇവർ ഏറ്റെടുക്കാന്ന് പറഞ്ഞത്. പക്ഷെ നമുക്ക് വേറെ രീതിയിൽ സംസാരിച്ചിട്ട് അത് ഓൻ്റെ സ്പോൺസർഷിപ്പ് അതിന് പകരം ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന് പകരം ഇവൻ്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുക എന്നുള്ള ലെവലിലാക്കാൻ പറ്റും. എന്തോ ഒരു ക്ലബ്ബുണ്ട്, ആ ക്ലബ്ബ് വരെ ഞാൻ മുട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഒന്നും മീറ്റിംഗ് എന്താണെന്ന് എനിക്ക് അറിയില്ല, അത് മീറ്റിംഗ് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. എന്തായാലും അപ്ഡേറ്റ് തരുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും ഗുഡ് ന്യൂസ്. ഞാൻ പറഞ്ഞില്ലേ, വെയിറ്റ് ചെയ്താൽ എങ്ങനെയും ആയിട്ട് ഏതെങ്കിലും ഒരു മൂലക്ക് ഏതെങ്കിലും ഒരു ഓർഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലബ്ബോ ആയിട്ട് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ചെക്കൻ രക്ഷപ്പെടും, ഞാൻ കാര്യം പറയില്ല, ചെക്കൻ രക്ഷപ്പെടും. ഇത് സെറ്റ് ആവുകയാണ്, എനിക്ക് അറിയില്ല ഇത് എന്തായാലും എനിക്കറിയില്ല. ഞാൻ എന്തായാലും മുട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ചെക്കൻ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഓൻ തന്നെ സ്റ്റോറി ഇടുമായിരിക്കും, ഓൻ തന്നെ പറയുമായിരിക്കും. ഓക്കെ, എനിക്കറിയില്ല ഇപ്പം എന്താ സംഭവം, എന്താ അപ്ഡേറ്റ് എനിക്ക് അറിയില്ല. ഞാൻ ജസ്റ്റ് കുറച്ച് നേരത്തെ വൈകുന്നേരം മുട്ടിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ, ബാക്കി ടോക്കൽ നടക്കുന്നതായിരിക്കും, എനിക്കറിയില്ല. ഓക്കെ, ഓൾറൈറ്റ്. മമ്മൂന്റെ കാര്യം ഒന്നും പറയണ്ട മുത്തേ. മമ്മു വീട്ടിൽ പോകുന്നില്ലല്ലോ, മമ്മു കൊച്ചി പിടിച്ചു പോലും. ഞാൻ പറഞ്ഞു ഞാനും മാക്കും പോകുന്നു ഈജിപ്തിലേക്ക്. മമ്മു ഇവിടെ ഒറ്റക്ക്, അച്ചായനും ഇവിടെ ഉണ്ടാവില്ല. അച്ചായനും ഇവിടെ നമ്മളൊന്നിച്ചല്ല താമസം. അച്ചായൻ്റെ വീട്ടിൽ അച്ചായനും അച്ചായൻ്റെ അമ്മയും അച്ചായൻ്റെ ഗേൾഫ്രണ്ടും ആണ്. മനസ്സിലാവും, അച്ചായൻ്റെ ഗേൾഫ്രണ്ട് എനിക്കറിയില്ല എത്ര കാലം ഉണ്ടാവുന്നറിയില്ല. ഇപ്പോൾ 3-4 ദിവസമായിട്ട് ഒന്നിച്ചാന്ന് അച്ചായൻ എനിക്കറിയില്ല, എന്താവുമെന്ന് എനിക്കറിയില്ല. അതെല്ലാം എടുക്കട്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ അച്ചായൻ എന്തായാലും മമ്മൂനെ അച്ചായൻ്റെ വീട്ടിൽ എത്തിക്കൂലെന്ന് പറഞ്ഞു. അച്ചായൻ തീരിച്ചില്ല, മമ്മൂനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അച്ചായൻ. ഓക്കെ, ഞാൻ ഈജിപ്തിൽ പോകുമ്പോൾ അച്ചായനെ ഒന്നിച്ച് നിർത്തിക്കുമെന്ന് ചോദിച്ചു. അച്ചായൻ പറയുന്നില്ല. ഞാൻ ഇവനോട് വീട്ടിൽ പോകാൻ കുറേ പറഞ്ഞു. ഇവനെങ്ങനെയും വീട്ടിൽ പോകുന്നില്ല, ഇവൻ കൊച്ചി വിട്ട് പോകൂലെന്ന് പറയും. ഇവൻ അത്ര ഇതായിന്നാ പറയുന്നത്. ഇവൻ എങ്ങനെയും വീട്ടിൽ പോകുന്നില്ല, അത്ര പറഞ്ഞു ഇവൻ വീട്ടിൽ പോകുന്നില്ല. ഇവനെ ആ ഏടെ എത്തിക്കും. നിങ്ങൾ പറ, മമ്മൂനെ ഞാൻ എന്ത് ചെയ്യും? എയർപോർട്ടിൽ എത്തിച്ചിട്ട് പോകാൻ കഴിയും. ഞാനും മാക്ക് മാത്രമേ പോകുന്നുള്ളൂ. അപ്പം അച്ചായൻ്റെ കൂടെ എത്തിക്കാന്ന് ഞാൻ വിചാരിച്ചു. അച്ചായ ഒരിക്കലും മമ്മൂനെ അടുപ്പിക്കൂലെന്ന് പറയുന്നത്. ആ വീട്ടിൽ കയറ്റില്ലെന്നാ പറഞ്ഞത്. വീട്ടിൽ കയറ്റില്ലാന്നല്ല, അച്ചായൻ എന്തായാലും അച്ചായനെ ഏൽപ്പിച്ചിട്ട് പോകാൻ കഴിയില്ല. ആ 10 ദിവസം മമ്മൂനെ സഹിക്കാൻ കഴിയില്ലാന്ന് തന്നെ എന്നോട് മോത്തടിച്ച അച്ചായൻ പറഞ്ഞത്. കഴിയില്ലാന്ന് തന്നെ പറഞ്ഞു. ഇവനാണെങ്കിൽ ഞാൻ കണ്ണൂരേക്ക് ഇവൻ അയക്കാന്ന് വെച്ചാൽ ഇവന് വീട്ടിൽ പോകണ്ടേ, ഇവൻ വീട്ടിൽ പോകില്ല. അത്ര പറഞ്ഞിട്ട് ഇവൻ വീട്ടിൽ പോകുന്നില്ല. ഇവനെന്താ ഞാൻ ചെയ്യണ്ടേന്ന് പറയുന്നത്. വാണപ്രിയൻ തൊപ്പി, യു ആർ ലൈക്ക് ദ സൺസെറ്റ്, I just want to keep watching. Bro, you're gay, brother. You, brother. വീട്ടിൽ കൊണ്ടുപോയാൽ വീട്ടിൽ പോകുന്നില്ല ബ്രോ. മമ്മൂനെ വിളിച്ച് 2 ഉപദേശിക്ക്. എടാ മോനെ ഉപദേശിച്ചിട്ട് എടാ ഇത് വൃത്തിയാ. എടാ മമ്മോ യോ എന്താക്കുന്നത്? ബാത്റൂമിലാ? ആ ഓക്കെ കഴിഞ്ഞിട്ട് വാ. എടാ ബാത്റൂമില്ല. എടാ ഓനെ പറഞ്ഞ് ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യം. നിങ്ങൾ ആലോചിച്ച് നോക്കിയ വീട് മാറുന്നേറ്റ് ഇത് പാക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ട് ഇവനെ ഇവിടെ കൂട്ടി വെച്ചിരിക്കും. ഇവൻ കുറച്ചേരം ഇത് പാക്ക് ചെയ്യുന്ന പറഞ്ഞത്. രാവിലെ ആകുമ്പോഴേക്ക് പാക്ക് ചെയ്ത് തരും. നമുക്ക് നാളെ രാവിലെ മാറണം. നാളെ രാവിലെയോ അല്ല നാളത്തെ ദിവസം എന്തായാലും മാറണം. ഓക്കെ, നാളത്തെ ദിവസം വീട് മാറണം. ഇവ ഇത് പാക്ക് ചെയ്യാന്നാ പറയുന്നത്. എനിക്കറിയില്ല ഇവരെങ്ങനെ ഇത് പാക്ക് ചെയ്യും. എനിക്ക് ഇത് പെട്ടി പോലും ഇല്ല ഇവിടെ. ആ 2 ചെറിയ പെട്ടികൾ, കമ്പ്യൂട്ടർ PC-ന്റെ മോണിറ്ററിന്റെ സ്പീക്കറിനുള്ള പെട്ടികളെ ഇവിടെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇവൻ മിക്കവാറും ആ പുതപ്പിൽ ഇവൻ ചെയ്യാൻ, നിങ്ങൾ നോക്കിക്കോ, 100% ഇവൻ ചെയ്യാൻ പോകുന്ന അതായിരിക്കും മിക്കവാറും. 90% ചെയ്യാൻ പോകുന്ന ആ പുതപ്പായിട്ട് എടുത്തിട്ട് ആ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് ആയിട്ട് എടുത്തിട്ട് വിരിച്ചിട്ട് അതിൽ മൊത്തം സാധനം ഇട്ടിട്ട് ഒരു ഉണ്ടാക്കിയിട്ട് വെക്കും. അങ്ങനെയാണോ ചെയ്യാൻ പോകുന്നത്? നോക്കിക്കോ, അവനൊരു മാണ്ടക്കെട്ട് മരുന്ന
കാര്യം ബാണ്ടൊക്കെ ഇട്ടാക്കിട്ട് തരയ്യ. ഞാൻ മറ്റേ പണ്ട് ആദിവാസികൾ വീട് മാറിയിട്ട് അടുത്ത വീട്ടിലേക്ക് പലായനം ചെയ്യുന്ന പോലെ ഞാൻ ഒരു കൊള്ളിയും കുളത്തിട്ട് പോകേണ്ട വരും. മമ്മപ്പൊടി ഉണ്ടാക്കിയോ ഇല്ലെങ്കിൽ പണിഷ്മെന്റ് എന്ത് ഫുഡ് എടാ, ഏത് ഫുഡ്? ഇവൻ ഫുഡ് ഉണ്ടാക്കാനാ. ഇവൻ ഇവിടെ വന്നിട്ട് എപ്പ ഫുഡ് ഉണ്ടാക്കിനടാ? ഒരു ദിവസം ഞാൻ എല്ലാത്തിനും കൂട്ടർക്ക് കൊടുക്കും. ഞാൻ കാര്യം പറയാല. ഇന്നും ഫുഡ് ഉണ്ടാക്കിയില്ല. ഇത് ഞാൻ എന്നാ ചെയ്യണ്ടേ ഇവനാ? ഒന്നും ചെയ്യാൻ കഴിയില്ലടാ. ഞാൻ എൻ്റെ തീരുമാനമായിരുന്നു ഇവരിങ്ങോട്ട് എടുക്കാന്നുള്ളത്. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല, മനസ്സിലായി? പക്ഷെ ഇവ നമ്മളെ പറ്റി ഫുഡ് ഉണ്ടാക്കാൻ അറിയാന്നുണ്ട്. അങ്ങനത്തെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഇവ എല്ലാം ഉണ്ടാക്കാൻ അറിയാം. എന്തെല്ലാം ഉണ്ടാക്കാൻ അറിയാന്ന് പറഞ്ഞാൽ ബിരിയാണി, നെയ്ച്ചോറ് എല്ലാം ഉണ്ടാക്കാൻ അറിയാന്ന് പറഞ്ഞേ. ആകെ ഇവൻ ഉണ്ടാക്കാൻ അറിയുന്നത് കോഴിക്കറിയും പിന്നെ ഒറോട്ടിയും കോഴിക്കും അറിയാതെ മാത്രമേ ഇവന് ഉണ്ടാക്കാൻ അറിയൂ. മമ്മൂനെ പാലാരിവട്ടം കൊണ്ടുപോയി കുനിച്ചു നിർത്തും. മിക്കവാറും ഞാൻ അതായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഞാൻ അതാ ചെയ്യാൻ പോകുന്നത്. സീരിയസ് ആവും മൈരനോട്. സീരിയസ് ആവാന്ന് പറഞ്ഞാടാ ഒരു കണക്കിലടാ, ചെറിയ അക്കനടാ. ഇങ്ങനെടാ എത്രാന്ന് വെച്ചിട്ടാ ഞാൻ സീരിയസ് ആവുക. ഇഗ്നോറിങ് ഞാൻ പോണതാ. ഇതാരം MS ഗെയിമറാ. എടാ എന്ത് ഇഗ്നോറിങ്? എന്ത് സംഭവം? നീ എന്താ പറഞ്ഞ? ഞാൻ കണ്ടിട്ടില്ല. എന്താ? ഒന്നുകൂടി ഇട്. ഇഗ്നോർ ചെയ്തല്ലടാ, ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞു വിട്. നിന്നെ പറഞ്ഞു വിടേണ്ട കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അടി തന്നെ ഞാൻ ശരിക്കും ഒരു പൂച്ചനെ വാങ്ങിയ പോലെ ഇതാ തൂറിയിട്ട് ചന്തി പോലും കേൾക്കേണ്ടത്. ബാത്റൂം ഇറങ്ങിയിട്ട് അവിടെ വന്നിട്ട് അവിടെ പോയി കടന്ന് ശരിക്കും ഒരു പൂച്ചനെ വാങ്ങിയ പോലെ എനിക്ക് തോന്നുന്നു. എന്ത് പറഞ്ഞാലും കേൾക്കൂല, ഒരു പണിയും എടുക്കൂല, ഫുഡും ഉണ്ടാക്കൂല. ഇന്നും പുറത്തുനിന്ന ഫുഡ്. വൃത്തിയാക്ക്. എല്ലാം പാക്ക് ചെയ്ത് വെക്കണം. അറിയോ? നാളെ മാറണം. നാളെ വീട് മാറുന്നതെന്ന് അറിയോ? ലാലു ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ബ്രോ തമാശ ഒക്കെ നല്ലതാണ്, ബട്ട് മമ്മു കുറച്ച് മര്യാദ പഠിക്കണം. റെസ്പെക്ട് ഇല്ല. കാര്യം എടാ, നീ ഇത് കേൾക്കുന്നുണ്ടോ? മമ്മു നിന്നോടാ പറയുന്നത്. ഇരിക്കലൊന്നുമില്ല, നേരെ ഡയറക്റ്റ് വൃത്തിയാക്കി മൊത്തം വൃത്തിയാക്കി നീ ഇന്ന് പോകണ്ടു. അല്ല ഇന്ന് ചെയ്യണ്ട, നാളെ ചെയ്താൽ ഇപ്പൊ എനിക്ക് ലൈവ് ചെയ്യണം. ഇതിന്റെ ഇടക്ക് നിന്റെ ഈ ഒച്ചപ്പാട് ഇതൊന്നും നടക്കൂല. ഞാൻ ലൈവ് കഴിഞ്ഞിട്ടാവും ഇരുന്ന് വൃത്തിയാക്കും. അല്ലെങ്കിൽ നാളെ വൃത്തിയാക്കുക. നാളെ ഉച്ചക്ക്. നാളെ എപ്പോ മൂവ് ചെയ്യുന്നത്? മാക്കിനോട് ചോദിച്ചാ. യോ മാക്, ഇത് അതിന്റെ മോനെ ഇത് വൃത്തിയാക്കുന്നില്ല. എപ്പ ഇതല്ലേ ഫുഡാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ എന്റെ വിചാരം എന്തേനു? എന്താ ആക്കി വെച്ചിരുന്നു? ഇത് മിക്കവാറും ബാണ്ടൊക്കെ ഇട്ടില്ലേ എടാ, പുതപ്പില് സാധനങ്ങളെല്ലാം ഇട്ടിട്ട് ബാണ്ടാക്കിട്ട് ഉണ്ടാക്കിട്ട് കൊണ്ടുപോകണം. ഫയർ ഹിം എന്ന് പറയുന്നത് ആ കാര്യം. ഇവരെ മിക്കവാറും ഞാൻ പിരിച്ചു വിടും. ഫയർ നാളെ ചെയ്ത. നാളെ എപ്പ നമ്മള് ഉച്ച കഴിഞ്ഞിട്ടല്ലോ മൂവ് ചെയ്യും? രാവിലെ എന്തായാലും മൂവ് ചെയ്യില്ലല്ലോ. രാവിലെ എന്തായാലും മൂവ് ചെയ്യില്ല. സീനില്ല. ഉച്ചക്ക് ചെയ്താൽ മതി. ഇപ്പൊ ചെയ്യണ്ട. ഇപ്പൊ ചെയ്താൽ ഒച്ചപ്പാടും ഇതുവാകും. ഓക്കെ, ഇന്നെന്താ ചെയ്യാ? പറ. ഞാൻ വൃത്തിയാക്കൂല. അതിനാണ് നിങ്ങളെ രണ്ടാളും. ഞാൻ സ്ട്രീമറാ. ഇതാണ് എന്റെ ജോലി. അമീനയ്ക്ക് ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ഡാമമ്മ മഞ്ചട്ടി നിന്റെ കഴപ്പ് കണ്ടാൽ ഒരു പെണ്ണും കിട്ടിയാൽ തന്നെ എയ്ഡ്സ് വരും. മഞ്ചട്ടി നിന്റെ കഴപ്പാട് ഒരു പെണ്ണും കിട്ടിയാൽ തന്നെ എയ്ഡ്സ് വരും. അമീന് അവനത് എന്തുവാന്ന് പോലും അറിയാൻ പാടില്ല. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇങ്ങനത്തെ കാര്യത്തിനാണ് നിന്നെ ഇവിടെ നിർത്തിച്ചിട്ടുള്ളത്. നിന്നെ ആയാലും നീയും ചെയ്യേണ്ട കാര്യമാണ് മേക്കെ. ഇവനെ മാത്രം ഏൽപ്പിക്കേണ്ട കാര്യമല്ല, നീയും കൂടി ചെയ്യേണ്ടത്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. അല്ല ഞാൻ പറഞ്ഞ എന്റെ പണി ഇതാണ്. എനിക്ക് ഇതിനപ്പുറത്ത് ഞാൻ വേറെ പണിയൊന്നും ചെയ്യില്ല. നിങ്ങളെ കാര്യം ചെയ്തോളാം. എന്റെ പണി ഞാൻ ചെയ്യുന്നുണ്ട്. ഇതാ എന്റെ പണി. ഞാൻ കാര്യം പറയാലോ. എനക്ക് പണികൾ കണ്ടാൽ നിങ്ങൾ വൃത്തിയായിക്കോ. ഈ ഗ്രീൻ സ്ക്രീൻ പൊക്കി വെച്ചിട്ട് ബാക്കിൽ നിങ്ങൾ എന്താന്ന് വെച്ചാൽ വൃത്തിയാക്കാൻ എന്താ ചെയ്തോ. ഓക്കെ. All Russians will be in bikini in Sharm el Sheikh. Any help? Let me know. I have visited Egypt few times and have friends there. All Russians will be in bikini in Sharm el Sheikh.
ഷർമൽ ഷെയ്ഖ്. ആ പേര്, ആ സ്ഥലത്തിന്റെ പേരെന്ന് എഴുതി വെക്കടാ ഉണ്ണെ, എഴുതി വെക്ക്. ഷർമൽ ഷെയ്ഖ്, ഷർമൽ ഷെയ്ഖ്, ഷർമൽ ഷെയ്ഖ്. അവിടെ എന്തായാലും പോണം. എൽ സാലറി കട്ടല്ലേ ഇവന്. ഞാൻ ഇങ്ങോട്ട് ഇവന്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് സാലറി വാങ്ങിയാലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാര്യം പറയാ, എത്രയും നഷ്ടം അറിയാം എനിക്ക് ഇന്നായി കാരണം. പൊട്ടാൻ നിക്കുന്ന പോലെ നിക്കുവോ? കുളിക്കണ്ട, നീയെല്ലാം കുളിച്ചിട്ട് എന്താണ് കാര്യം? നീ എന്താക്കാൻ പോന്നെ? മാക്ക് എവിടെ പോന്നെ? എനിക്ക് 2 ദിവസമായിട്ട് ഉറക്ക് കൂടുതലാണ് മാക്ക്. എടാ നമ്മള് വീട് തപ്പിട്ട് കൊറേ, എടാ മുത്ത നമ്മള് വീട് തപ്പി കുറച്ച് അലഞ്ഞ്, കുറച്ചധികം വീട് തപ്പിട്ട് അലഞ്ഞ് എടാ എന്റെ മുഖം കണ്ടാ അറിയായിരിക്കും ടയേർഡായിട്ടാ ഞാൻ വീട് തപ്പി ഇറങ്ങിട്ടാന്ന്. ഒരു വീട് ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ഡാനി എന്റെ സ്റ്റോറി കണ്ടില്ലേ? 5 വക ഡൊണേഷൻ വല്ലോം ഉണ്ടോ? പൊടി മേടിച്ച് കൊടുക്കാനാ. തൊപ്പി സോണി എസിനെ OG ഗ്രൂപ്പിൽ ആഡ് ആക്കൂ, ഹി ഡിസേർവ് തരുന്നത്. സോണി എസ് ഇല്ലേ? സോണി എസ് OG ഗ്രൂപ്പിൽ ഇല്ലേ? മെസ്സേജ് അയക്കണം, മെസ്സേജ് മമ്മു ഇതുവരെ എന്താ മമ്മു കുളിച്ചില്ല, അറ്റ്ലീസ്റ്റ് കുണ്ടി എങ്കിലും കഴുകിയ. ഇവനല്ലേ ഇവൻ എത്ര ദിവസമായി കുപ്പായ? ഇവൻ ഇവനെ ഞാൻ എപ്പോ കാണുമ്പോ 90% ഓഫ് ദ ടൈം ഇവൻ ഈ കുപ്പായ ഇട്ടിട്ടാക്കുക. ഡാ മമ്മദേ ഈ കുപ്പായ, അതാ കറക്റ്റ് ടൈമിലല്ല വാണപ്രിയ മെസ്സേജ് അയച്ചിട്ടാ. ഇത് ഇവന്റെ മമ്മൂന്റെ ചങ്ങായിയാണ്. ഡാ മമ്മദേ ഈ കുപ്പായ തന്നെ അല്ലേ നീ ഒരാഴ്ചയായി ഇടുന്നത്? ഇന്നലെ നീ വാണം വിട്ടത് ഇതിലല്ലേ? ഡാ മമ്മദേ ഈ കുപ്പായ തന്നെ അല്ലേ നീ ഒരാഴ്ചയായി ഇടുന്നത്? എന്റെ 17,000 റുപ്യന്റെ ഔട്ട്ഫിറ്റ് ആണെടാ അത്. ഡാബ്സി കോൺസേർട്ടിൽ പാടാൻ ഇടുന്ന ഔട്ട്ഫിറ്റ് ആണത്. അയിലാതിപ്പോ മാണം വിട്ട് എന്റെ അടുത്ത് പോയിക്കോ, പോ അപ്പുറത്തോ. അള്ളാണ് നിന്നെ അടിച്ചു കൊല്ലും, തലക്കടിച്ചു. 40 രൂപ ത്രൂ ഗൂഗിൾ പേ. നീ ചീത്ത പറഞ്ഞ കുഴപ്പമില്ല, മമ്മ പറഞ്ഞ പോലെയാടി മോനെ അണ്ടി തിരിക്കും. ലാലു, ഡോൺ ലാലു, മുത്ത. എടാ ലാലു ഫുള്ള് സീനാണ്. ഞാൻ കാര്യം പറയാം, ലാലു എന്ന് പറഞ്ഞാൽ മെയിൻ ഗുണ്ട്. ഇവിടെ കൊച്ചിയിൽ എന്നല്ല, ഇവിടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും മെയിൻ ഗുണ്ടേന്ന് ഈ ലാലു എന്ന് പറയുന്നത്. പക്ഷേ എന്ന് വെച്ചാ എടാ ഞാൻ തമാശാക്കുന്നില്ല, ഞാൻ കാര്യം പറയാം. ലാലുവിനെ അറിയില്ല? ലാലുബായ്, എടാ ലാലുബായ് എന്ന് പറഞ്ഞൊരു ഗുണ്ടുണ്ട്, സീനാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ചങ്ങായി ഫുൾ ബോഡിയും താടിയെല്ലാം ഉണ്ട്, ഫുൾ ഇതിലാണ്. പക്ഷെ അടുത്തൊരു പേര് പറയുമ്പോ എന്താ പേര്? ലാലു. എന്റെ പേര് ലാലു ബ്രോ. ആറാ നീ ഇവിടെ വന്നിട്ട് ഭീഷണി ഓന് പേര് നോക്കും എന്റെ. മാക് ഓം ശാന്തി ഓം സോങ് എന്ന് പറയുന്ന. എടാ ഇവൻ ഫുൾ ടയർഡ്, എനിക്ക് തോന്നില്ല ഇവൻ പാടുന്ന സ്ട്രീമില്ലേ? ഓഡിയൻസ് പറഞ്ഞാൽ ചെയ്യണം. എന്ത് പാട്ടാടാ? സൗണ്ട് ഒന്നും ഇല്ല മോനെ, പക്ഷെ ഞാൻ പാടിത്തരാം. ഓം ശാന്തി ഓമോ? ഏതാ ഓം ശാന്തി ഓമോ? ഹബീബി ഡ്രിപ്പ് ഡാബ്സി സോങ്. ഹബീബി ഡ്രിപ്പ് മോനെ അതൊന്നും എനിക്കറിയാൻ പാടില്ല. അതേതാ പുതിയ പാട്ടാ? ഞാൻ ഇതൊരു കേട്ടില്ലല്ലോ. ഹബീബി ട്രിപ്പോ? അതേതാ പാട്ട്? ഇവൻ ഇങ്ങനെ മറ്റേ പപ്പടം ചുടുന്ന പോലെടാ പാട്ട് ഇറക്കുന്ന ഓരോ കാണുന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ 3 hours ago എന്റെ വീട്ടിൽ ഡാബ്സി പുതിയ പാട്ട് ഇറക്കി. ഇത് കാണാം. എടാ ഗ്രീൻ സ്ക്രീൻ ഒന്ന് ഇതാക്കിയേ. ആയിട്ടാണല്ലോ കറക്റ്റാ അല്ലേ? ഗ്രീൻ സ്ക്രീനിലല്ലേ? حبيبي انت حبيبي من നമ്മുടെ ബേബി ഖലീഫത്ത് റബീബി ബിസായ ബീബി ഹലാക്കല ലുക്ക ബതാറേ ഉടുക്കാൻ ബർബറിയാനേ കരേ വർസാച്ചി. ഇതെന്താ ന്യൂമ്പോ
നിവിൻപോളി ഇങ്ങനെ ഇതേതാ പുതിയ പാടാ? ഹബീബി ഡ്രിപ്പ്, നിവിൻപോളി, റിബിൻ റിച്ചാർഡ്, ഡാബ്സി, കുട്ടു, ശിവാനന്ദൻ, ഷാഹിൻ റഹ്മാൻ, നിഖിൽ. ഇത് സിനിമയാണോ? ഇത് സിനിമയാ? അവിടെ മ്യൂസിക് വീഡിയോ. അവിടെ നിവിൻപോളി മ്യൂസിക് വീഡിയോ ഇറക്കിയോ? ചാനൽ ഇട്ടേക്കണോ? ഡബ്സിന്റെ ചാനല അല്ലടാ, ഇത് ഏതോ മ്യൂസിക് പിക്ചേഴ്സ് അവന്റെ ആരതാ? നിവിൻപോളിയുടെ സിനിമയല്ല, സിനിമയല്ല. അല്ലേ, അറിയില്ല. ഇത് ഇവരെ തടി എങ്ങനെ പറഞ്ഞേ? يداني أبنا الأنوار حبيبي 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 كل حبيبي 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 يلا حبيبي ഫർഹാൻ MK ഡൊനേറ്റഡ് 40 രൂപ. ഫാൻ ആർട്ട് നോക്കൂ, നല്ല സാധനമുണ്ട്. ഫാൻ ആട്ടാ, നോക്കാം. അവിടെ കുറച്ചേന്റെ ഓർമ്മിപ്പിക്കണേ, ഫാൻ ആയിട്ട് ഓർമ്മിക്കണേ. മാറ്റത തീർക്കണ കാറ്റിവനാണ് സയ്യാറയിലാണവനേറിയ നേരവും വാങ്ങി മറഞ്ഞു പറന്നു റഫാഹിയ ചൂടി നടക്കണ ചൂരതിലേറിയ സുബകവനാണ് ദഹാബിനു വേണ്ടി നടക്കണ കിസയതുപോലൊരു പാട്ടവനാണ് ദിനാറിന്റെ പായിൽ കിടന്നാണ് തൂക്കം മസറാപ്പി കൂട്ടിൽ ഇരുന്നാണ് നല്ലതാ പാട്ട്. അവിടെ പോരല്ലോ, നല്ലതാണോ? സത്യം പറയാലോ, ഇൻഡിപെൻഡൻസ് സംഭവം പോയ പിന്നെ ഇവന്റെ ഒരു നല്ലതാണോ പാട്ട്? ചാറ്റ് പറഞ്ഞേ, പാട്ട് ഇഷ്ടപ്പെട്ടോ? Any help in Egypt? I'll arrange bodyguards. Cairo is not safe. കയറ് സേഫ് അല്ലേ? അല്ല, എനിക്കറിയാൻ പാടില്ല, ഞാനിവിടെ പോയിട്ടൊന്നുമില്ല കേട്ടോ ഗായ്സ്. അവിടെ ഈജിപ്ത് സേഫ് അല്ല, നോട്ട് സേഫ്. എന്താ സംഭവം? അറിയില്ലടാ, ഞാൻ എന്തിട്ടാ പോന്നെ. അവിടെ നോക്കണം കേട്ടോ, ഒന്ന് സേഫ്റ്റിയും പരിപാടിയിലൊന്നും നോക്കണം കേട്ടോ. ഞാനുള്ളപ്പോ എന്നെ ആരെന്ത് ചെയ്യാനടാ? എടാ, എന്നെ ആരും ചെയ്യുന്ന ഇതല്ല, ഇത് സാധനം നമ്മളെ കയ്യിലുള്ള ക്യാമറ ഇതുമ്പോ തട്ടിപ്പറിച്ചിട്ട് ഓടി എന്ത് ചെയ്യും? ഫോണും iPhone ഇത് 50 Pro Maxും വെച്ചിട്ട് ഇത് എടുത്തിട്ട് ഓടിയാ എന്ത് ചെയ്യും? പുറകെ ഓടും. അപ്പൊ നീ കവർ കണ്ടാ എടുക്കൂലായിരിക്കും അല്ലേ? അവിടെ ഉള്ള മറ്റേ കുണ്ടന്മാരുണ്ട് അവിടെ. അത് ചോദിച്ചാ ഉണ്ടെങ്കിൽ അടിച്ചോണ്ട് ഉറപ്പായിട്ടും. എടാ, ഇത് കാണുമ്പോ എന്തോ ടോയ് ഫോൺ പോലെ ഇല്ലേ, ശരിക്കുള്ള ഫോൺ പോലെ തോന്നില്ലല്ലോ. ശരിയാ, നീ ഇങ്ങനെ പിടിച്ചാൽ മതി ഗൈസ്, ഇതാണ്ട് ഇങ്ങനെ പിടിച്ചാൽ മതി, ഇങ്ങനെ കൊണ്ടുനടന്നാൽ പഴയ മുമ്പോളെ കിട്ടിയ പോലെ. LG സൈക്കാക്കല്ലിൻ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പിയെ സീരിയസ് ആയിട്ട് പറഞ്ഞതാ, സ്റ്റോറി നോക്ക്. ഇത് സൈക്കാക്കല്ലിൻ ഡൊനേഷൻ. ഇവന്റെ സ്റ്റോറി വെക്കാൻ പറയുന്നത് ഇവനാരാണിത്? പ്രൊമോഷൻ ചെയ്ത് ഇവിടെ വന്നിട്ട് അവന്റെ സ്റ്റോറിയിൽ ഒട്ടയും. ന്യൂ ഹൗസ് എവിടെയാണ്? എടാ മുത്തേ, പുതിയ ലൊക്കേഷൻ. ഈ ലൊക്കേഷൻ വേണം ഞാൻ മുത്തേ, ഞാൻ ഓക്കെ. ഞാൻ ഇപ്പത്തെ ലൊക്കേഷൻ ഞാൻ റിവീൽ ചെയ്യാൻ പോയത്. ഓക്കെ, ഇപ്പത്തെ എന്റെ എടാ വേണ്ട, രാത്രി വന്നോളെ. എന്നാലും ഞാൻ പറയാം, അല്ല മാപ്പിൽ കാണിക്കാണ്ടെന്നാ പറയാം. ഞാൻ മുത്തേ, നമ്മ നെട്ടൂരാന്നുള്ളത്, നെട്ടൂർ. ഓക്കെ, നമ്മളിപ്പൊ നിക്കുന്നത് മരടില് നെട്ടൂർ. ഓക്കെ, ക്രൗൺ പ്ലാസന്റെ അടുത്ത്. ഇതാണ് നമ്മളെ സ്ഥലം, നമ്മളെ അഡ്രസ്. ഓക്കെ, നിനക്ക് എങ്ങനെ എടുത്ത ലൊക്കേഷൻ? എന്താ പറയാനുള്ളത്? ഇതല്ലേ ലൊക്കേഷൻ? ആ, നെട്ടൂര്, കേരള, ഇന്ത്യ. ക്രൗൺ പ്ലാസ. പിന്നെന്താ ലാൻഡ്മാർക്ക്? എന്താണ്? ആ, പാലം, ഷുഗറിന്റെ പാലം കഴിഞ്ഞ വാർഡ്. പാലം കഴിഞ്ഞ വാർഡ് ഒരു പച്ച ബോർഡ് ഉണ്ടാവും അല്ലേ? നഗരസഭ എന്ന് പറഞ്ഞ ഒരു പച്ച ബോർഡ് നമ്മള് കാണും. ഈജിപ്ത് സീരിയൽ, നീ പോയടാ കൊണ്ടേ, സീരിയൽ കില്ലേഴ്സാ. ഇത് അങ്ങനൊന്നും പറയല്ലടാ, വെറുതെ. ലാലു ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി നിന്റെ കൊണ കേൾക്കാനാണ് പ്രോ എടുത്തേ, അല്ലാതെ ആ മൈരൻ മമ്മന്റെ അല്ല. എടാ നോക്കാം. ഇന്നെന്താ ചെയ്യുക? ഇന്ന് ഏതാ കളിക്കുക? എന്താ ചെയ്യുക? എന്തെല്ലാം പരിപാടി പറഞ്ഞോ? എന്താ ഇന്ന് മുതൽ നല്ല മോനായെന്ന ഈ പൊട്ടം പറയുന്ന എനക്ക് അറിയില്ല. ബ്ലൂ മൈരനാ? ബ്ലൂ മൈരനല്ല നിന്റെ. വന്നാൽ കുഞ്ഞു നിന്ന്. ഇതാരടാ ഇത്?
അവിടെ ഈ ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ട് തെറി വിളിക്കാൻ വന്നിട്ട് വരുന്ന ആൾക്കാർ എന്തിനാണ് ആ പ്രോ എടുത്തിട്ട് വരുന്നത്? പൈസയും കൊടുത്ത് പ്രോ എടുത്തിട്ട് വന്നിട്ട് വന്ന് തെറി വിളിക്കുന്ന ഡെഡിക്കേഷൻ ആണോ അവന്റെ? കോൾ ഹന്ന നീ ഒഴിവാക്കിയല്ലേ മൈര? ഞാൻ ഒഴിവാക്കിയിട്ടില്ല. സത്യം പോലെ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല അവളെ കുറെ ദിവസമായിട്ട് വിളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയെന്നാണെന്ന് അറിയാൻ പാടില്ല. ഇന്നലെ ഒന്നും ഞാൻ കണ്ടില്ല. ഞാൻ അല്ലെങ്കിൽ എപ്പോ വിളിക്കല്? അല്ല കുറെ ദിവസം ഉണ്ടായിരുന്നു അവള് ഗെയിം. നീ ഗെയിം കളിച്ചിട്ട് കുറെ കാലം ഗെയിം കളി നിർത്തി. അതാണ് പ്രശ്നം. ഇന്ന് ഗെയിം കളിക്കാല. ഇന്ന് പബ്ജി കളിക്കാം. പറ ഇന്ന് പബ്ജി കളിക്കാല. ഇന്ന് ബിജെപി കളിക്കുന്ന ദിവസം എന്താ അഭിപ്രായം? ഇന്നലെ ഒരു ജ്യോതി ഉണ്ടാവും. നീ ഇന്നലെ കടന്നുറങ്ങിയല്ലേ? ഇന്നലെ ഡബ്ല്യു ആയിരുന്നടാ. ഒരു ഡബ്ല്യു കോൺവെർസേഷൻ നടന്നടാ. കാര്യം പറയാലോ, അടിപൊളിയായിരുന്നു. ഇന്നത്തെ ലൈവ് എടുത്ത് കാണു. പോടാ പൊട്ടാ, ഞാൻ കഥ പറഞ്ഞത് എനിക്ക്. ചെറുപ്പത്തിലെ അച്ഛനമ്മയും മരിച്ചുപോയ ഒരു പെണ്ണ് ജ്യോതി. എടാ ജ്യോതി കൃഷ്ണ ഇവിടെ ഇടക്കണ സൂപ്പർ ചാറ്റ് ഇരുന്നത് ഐ ലവ് യു എന്നെല്ലാം പറഞ്ഞിട്ട്. ശരിക്കും പെണ്ണാ? അല്ല ശരിക്കും പെണ്ണ. ഓളെ വിളിച്ചപ്പോ നോക്കുമ്പോഴേക്ക് ഓളെ ജ്യോതി സിസ്റ്ററാ. ജ്യോതിക്ക് സിസ്റ്റർ ഉണ്ടോ? എന്നോട് ഇവരെല്ലാരും ഓളെ പെങ്ങളായിട്ട് കാണാനാ പറയുന്നത്. അറിയില്ല, ചെലപ്പോ അറിയില്ല. ഒരു പാവടാ, ഒരു പാവം കാര്യം. They will steal your belongings. Be careful. Don't entertain any local people. Just get an authorized guide. They'll steal your belongings. Be careful. Thank you bro. Thank you. നോക്കി സൂക്ഷിച്ചോളാം. Thank you bro. Thank you for the advice brother. മമ്മു ലവ് യു. നല്ല കുട്ടി ആയാൽ അണ്ടിക്ക് ഒരു ഉമ്മ തരാന്ന് പറയുന്ന വാണപ്രിയൻ. ഉമ്മ പോയി, മാമ അപ്പുറത്ത് പോയി. ഈജിപ്ത് നോട്ട് സേഫ്. നടക്കാടാ, എനിക്ക് അറിയില്ലായിരുന്നടാ. ഞാൻ വിചാരിച്ച അത്ര വലിയ സീനുള്ള ആഫ്രിക്ക പോലത്തെ സ്ഥലമൊന്നും അല്ലല്ലോ. എന്തായാലും അവിടെ ഇന്ത്യ നാടാ. അമ്മ ഇന്ത്യക്കാർ. അവിടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യനെക്കാളും അൺസേഫ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഉണ്ട്. അത്ര കൂടുതലൊന്നും ഇല്ലല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഇതല്ലേ ആയിരിക്കോടാ, വേറൊന്നുമില്ല. ഇവൻ ഉടായ്പാണെന്ന് വന്ന ദിവസം തന്നെ ഞാൻ പറഞ്ഞതല്ലേ. അതാരാ സ്റ്റെഡ്രർ? നീ പറഞ്ഞാടാ, ഞാൻ കണ്ടിട്ടില്ലടാ. ഉടായ്പ എന്ന് പറയാൻ പറ്റില്ല. ആ ചെറിയ ആയിക്കൊണ്ട് ഞാൻ ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്ന കാര്യം പറയാനാ മുത്ത. ചൂട് പോയപ്പോഴേക്ക് ചൊയ കൂടിയല്ല മൈ. എടാ മമ്മോ, എന്നാ ക്ലാസ്? എന്താ ഒഴിവാക്കാൻ? എന്താ ഉള്ള കാണിക്ക്. എന്താ ഒഴിവാക്കാനുള്ള? അത് നോക്കി ഞാൻ പറഞ്ഞ. ഞാൻ കുറച്ചേന്റെ പറഞ്ഞ കത്തിക്ക. ഇത് ഒഴിവാക്കാൻ നായിന്റെ മോനെ. ഇത് എന്റെ 3 ലക്ഷം 4 ലക്ഷം എത്ര ഞാൻ ഇതിന് ചെലവാക്കിയ മൈരി. ലോക്കല് നമ്പർ ലോക്കുള്ള പെട്ടിയാന്ന്. ഒരു മിനിറ്റ്, ഈ പെട്ടിയില് സാധനം ഉണ്ടോ നോക്കട്ടെ. എടുത്ത ലോക്കെടുത്ത. LG Zyka Kulin donated 40 രൂപ ത്രൂ ഗൂഗിൾ പേ. പ്രൊമോഷൻ അല്ല, ഫുഡിന് വകയില്ലാത്തവർക്ക് ഒരു നേരം കൂട് കൊടുക്കാൻ ഡൊണേഷൻ ഉണ്ടോ? ഡൊണേഷൻ അത്രയാ? ആരാ? എന്ത് സംഭവം? എന്താ കാര്യം പറ. ഇവരല്ലേ ഏതാന്ന്? ഇവരെന്താ കാര്യം പറ. ഡൊണേഷൻ എന്ന് പറയുന്ന വരുന്ന ആൾക്കാരൊക്കെ വിശ്വാസമില്ലടാ. കാര്യം പറയല. ശരിക്കും ജെന്യൂനാന്ന് ഉറപ്പായിട്ട് മാത്രമേ ഇവർക്ക് പൈസ കൊടുക്കാൻ പറ്റും. ഇവരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇത് ആരാണത്? ഈ പേര് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഇത് ഇവന്റെ വിളിക്കാൻ എന്തിനെ? അതിന്റെ മോനെ ഇതെന്റെ ലൈവ് ചെയ്യുന്ന ഡിവൈസാണ്. ഇതാ നീ അടുത്ത് കത്തിക്കട്ടെ കളയട്ടെ എന്ന് പറയണ. ഇത് ഇവൻ എന്ത് ബുദ്ധി ഇല്ലാത്തതാണ്. ഇത് നോക്കടാ, ഇതാന്ന് ഇവൻ കളയട്ടെ എന്ന് ചോദിച്ചാ എന്നോട്. എടേ ഇത് ഈജിപ്തിൽ ഇത് വർക്കാവാൻ ഇതെടുത്ത് പോയിരുന്നു. പക്ഷെ ഇത് നമുക്ക് ഓൾ ഇന്ത്യ മാത്രമേ നടക്കും. അതിന് നമ്മൾ വാങ്ങുമ്പോൾ മൊത്തം ലോകത്തെല്ലായിടത്തും വർക്കാവുന്ന സാധനം വാങ്ങണമായിരുന്നു. ഇത് എൻ്റെ 3-4 ലക്ഷം റുപ്യ എടുത്ത് വാങ്ങിയിട്ട് പണി കിട്ടിയല്ലോടാ.
ഉള്ളിലടങ്ങും വെച്ച് സേഫായിട്ട് വെക്കാം. പൊട്ട ഇങ്ങനത്തെ എന്തെല്ലോ സാധനങ്ങളുണ്ട്, എടുത്ത് കളഞ്ഞേക്കല്ലേ. എല്ലാം അവിടെ നീ ഒരു കാര്യം ചെയ്യും, വേസ്റ്റ് ഒന്നും ഇല്ല, ഒന്നും കളയണ്ട, എല്ലാം എടുത്തോ. ഓക്കെ, പാക്ക് ചെയ്യുമ്പോ എല്ലാം പാക്ക് ചെയ്യും കേട്ടാ. പോ. മമ്മുനെ കൊടുത്തിട്ട് മമ്മിയെ കൊണ്ടുപോവാ. തൊപ്പി എനിക്ക് പ്രോസ്പെയും ഗിഫ്റ്റ് അയച്ചു തരോ, ബിഗ് ഫാൻ. എന്താ ഇതെന്താ? മമ്മൂ ഫാനാ? മമ്മൂ ഫാൻ എന്ന് പറഞ്ഞിട്ട് പേരിട്ടിട്ടാ. തൊപ്പി എനിക്ക് പ്രോസ്പെയും ഗിഫ്റ്റ് അയച്ചു തരോ, ബിഗ് ഫാൻ. എന്താ നോക്ക്, മമ്മൂ ഫാൻ. ഓ സ്പെല്ലിംഗ് അറിയില്ല, മാമൂന്നാട്ട് എടുത്തു കൊടുക്കണം. ചാറ്റ് പറ മമ്മൂ ഫാൻ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു കുണ്ണൻ്റെ ഫാനായിട്ട് നടക്കുന്ന ഒരുത്തന് നമ്മൾ പ്രോ എടുത്ത് കൊടുക്കണം. ചാറ്റ് പറഞ്ഞാൽ ഞാൻ എടുത്തു കൊടുക്കും. ചാറ്റ് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ എടുത്തു കൊടുക്കും. തുമ്പി സോങ്ങിൽ കുറേ പ്രാവശ്യം പ്ലേ ചെയ്താൽ മതി. മോഡൽസിന് അറിയാലേ. ഈ പാട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലല്ലേ. മിഡ് ചാറ്റ് പറ. എല്ലാന്നോ ഡബിൾ ആണോ മിഡാണോ? ചാറ്റ് പറ. IG Zaika Kallan donated 40 രൂപ through Google Pay. Da Athada Paranje story നോക്കാൻ PLZZ Zaika Kallan. കുറേ സമയം സ്റ്റോറി നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും ഇവൻ്റെ അക്കൗണ്ട് പ്രൊമോഷൻ പരിപാടിയും കുറേ സമയം ഇങ്ങനെ ഇത് നോക്കെന്ന് പറയുന്നവർ നമ്മൾ നോക്കണ്ടടാ. ഇവരെ നമുക്ക് വിശ്വാസമില്ല. കാര്യം പറയാലോ. ഇവരെ ലൈവിൽ വന്നിട്ട് ഇവരെ അക്കൗണ്ട് പ്രൊമോട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. കാര്യം പറയാലോ. ഹാപ്പി ജേർണി ബ്രദർ എന്നാണ്. ജാസിം ജാസർ അവിടെ ജാസ്മിൻ ജാഫറിൻ്റെ അനിയൻ ജാസിം ജാസർ. യോ ഡോൺ കം ബാക്ക് വിത്ത് എയ്ഡ്സ് മുത്തേ. യു ഓൾവേസ് യൂസ് പ്രൊട്ടക്ഷൻ. നോ അവിടെ മുത്തേ അതിൻ്റെ എയ്ഡ്സ് കൊണ്ടുവരാൻ പറ്റി. ഞമ്മ സ്വാലിയത്തായ മനുഷ്യനാണ് കേട്ടിനാ. ഞമ്മ അറാം പറപ്പൊന്നും ചെയ്യൂല മുത്തേ. ഞമ്മ അറാമിൻ്റെ വാതയിലൊന്നും പോവില്ല. ഞമ്മ അവിടെ പോയിട്ട് എന്താ പിരമടി പോയിട്ട് 2 റക്അത്ത് നിസ്കരിക്കും സുന്നത്ത്, പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരിക. അതിനാണ് നമ്മ ഈജിപ്തിൽ പോകുന്നത്. ഞാൻ കാര്യം പറയാം. നമ്മ ഇതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. റീചാർജ് ചെയ്ത് തരോ ബ്രോ പാക്ക് കഴിഞ്ഞ. അവിടെ ഇത് എല്ലാവരും വന്ന് ചെയ്തു തരാൻ പറഞ്ഞത്. അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ആക്കണം ചെയ്യുന്ന. അവിടെ ആകെ ഇനി ഞാൻ 2 സ്ട്രീമേ ഉണ്ടാവും മാക്സിമം. ഇനി 1-2 പ്രോ സ്ട്രീമും കൂടിയേ ഉണ്ടാവൂടാ. അവിടെ നീ കാണുന്നില്ലടാ. ഞാൻ കാര്യം പറഞ്ഞാൽ അങ്ങനെ മീൻസ് നീ ഒന്നും ഇവിടെ മിസ് ഔട്ട് ചെയ്യാനൊന്നുമില്ല. കാര്യം പറയാലോ. പ്രോ സ്ട്രീം ആയിക്കൊണ്ട് ഞാൻ മനസ്സിലായോ. എനിക്ക് വലിങ്ങനെ മിസ് ഔട്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. മനസ്സിലാവും. അങ്ങനെ നീ വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് അത്ര ഇതുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ആക്കി. കാരണം കുറേ ആൾക്കാർ വെച്ച് പ്രോ സ്ട്രീം ആണെന്ന് പറയുന്നുണ്ട്. ബേബി ഇതെന്താ സംഭവം? റിയാക്ടിൻ്റെ ചൊക്ലി വോയിസ് പാക്ക് എന്താടാ? എന്താ അവിടെ ചൊക്ലി വോയിസ് പാക്ക് എന്താ? അപ്ഡേറ്റ് വന്നല്ലേ? പബ്ജി അപ്ഡേറ്റ് വന്നില്ല. പബ്ജി അപ്ഡേറ്റ് ചെയ്താലോ? പബ്ജി അപ്ഡേറ്റ് നമുക്ക് വിക്കി വീഡിയോ നോക്കട്ടെ.
എനിക്ക് പുതിയ കിട്ടാം. പക്ഷെ അവൻ ഉള്ളിൽ പോയി, അവൻ ഇതായില്ലേ, കീഴടങ്ങിയില്ലേ. ഇനിയിപ്പോൾ എങ്ങനെ അവൻ വീഡിയോ ഇടാൻ പറ്റും? ജയിലിൽ ഫോണ് അല്ലോടല്ലോ. എനിക്കിൻ്റെ പുതിയ ലാസ്റ്റ് ഇട്ട് ഞാൻ കണ്ടടാ. ലാസ്റ്റ് ഇട്ട് ഞാൻ കണ്ട് ആ എടാ ഞാൻ ഒരു മിനിറ്റ് നമ്മന്തിരി കയറിയ ഞാൻ ഫോണത്തെ സ്നാപ്പിനല്ലേ ആരെ വിളിക്കാൻ പറഞ്ഞ ഞാൻ അതിൽ കയറിയ ഫാൻ ആർട്ട് ബീജം പബ്ജി അപ്ഡേറ്റ് ഓക്കെ എവറിബഡി ഇൻ ദ ചാറ്റ്. പബ്ജി മുത്തേ പുതിയ അപ്ഡേറ്റുമായിട്ട് വന്നിട്ടുണ്ട്. എന്താ നമുക്ക് കളിച്ചു നോക്കാം. എന്തോ വള്ളത്തിൽ തൂർന്ന പരിപാടിയാണ്. അവിടെ കാണാൻ അപ്ഡേറ്റ് ഒന്നും കാണുന്നില്ലല്ലോ. ഇതെന്ത് ഇനി ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആയതായിരിക്കോ? ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആയോ എനിക്കറിയില്ലേ. നോട്ടെ പിരമിഡിന്റെ മുകളിൽ പോയി ഒരു വാണം വിടുന്ന അത് നല്ലൊരു ഫാന്റസി ആണല്ലോടാ. പിരമിഡിന്റെ മുകളിൽ കയറി വാണം വിട്ട് നോക്കണം അല്ലേ? എൻ്റെ മോനെ അവിടെ അത് സീനായിക്കോട്ടെ. പിരമിഡിന്റെ മുകളിൽ കയറി വാണം വിടണം. അതെല്ലാന്ന് മുത്തേ വാണം. ഞാൻ കാര്യം പറയാലോ, അതെല്ലാന്ന് ശരിയായ വാണം. ലോഡിങ് ആണെന്ന് ലോഗിൻ ചെയ്യട്ടെ. ഇതെന്താ അപ്ഡേറ്റ് ഇല്ലേ? എന്ത് എടുത്തു പുതിയ അപ്ഡേറ്റ് അവിടെ? അയ്യേ അവിടെ പുതിയ അപ്ഡേറ്റ് വന്നില്ല. അവിടെ പുതിയ അപ്ഡേറ്റ് ഇല്ല. ഇതെന്ത് സംഭവം? എന്താ റീജിയൻ ഉണ്ടതാ അതിൻ്റെ? ഞാൻ റീജിയൻ ചേഞ്ച് ആക്കി നോക്കട്ടെ. അവിടെ അപ്ഡേറ്റ് വന്നില്ല. അപ്പം ലാലു ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. മമ്മൂനെ ഗിവ് ചെയ്യൂ. അവനെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. എടാ മമ്മൂനെ ഗിവ് അവേ ചെയ്താലോ നമുക്ക്? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതായത് മീൻസ് ഗിവ് അവേ മീൻസ് റിയലായിട്ട് ഓനെ വേറൊരാൾക്ക് വിൽക്കുക അങ്ങനെയല്ല. അതായത് ഇവന് വേറെ പണി നോക്കണമല്ലോ, ഇവന് വേറെ പണിക്ക് കയറണമല്ലോ. അപ്പോൾ വേറെ പണിക്ക് എടുക്കുന്ന ആൾക്കാർക്ക് ഗിവ് അവേ കൊടുക്കുക. അതായത് ഇവനെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. മനസ്സിലാവും? അവിടെ ഇവനെ ശരിക്കും അങ്ങനെ വെച്ച് നോക്കണം. ഇവനെ എന്തായാലും ഗിവ് അവേ ഇടാം. അവിടെ ശരിക്കും അത് പോസിബിൾ. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഗിവ് അവേ ചെയ്യാട്ടോ. വേണേ മമ്മൂനെ ഗിവ് അവേ ചെയ്യാം. കാരണം ഇവൻ ലീക്ക് വന്നു അടാ എനക്ക് വന്നില്ല. അവിടെ നിങ്ങൾക്കെല്ലാം വന്ന് അടാ അതെങ്ങനാ? അടാ അതെന്ത് സംഭവം? നിങ്ങൾക്കെല്ലാം വന്ന അടാ എനക്ക് അപ്ഡേറ്റ് വന്നാ? എടാ വന്നവരെന്ന് പറഞ്ഞ വന്നാ അപ്ഡേറ്റ് വന്നാ? അവിടെ അൻ്റെത് മാത്രം എന്താ വരാത്ത? അവിടെ നിങ്ങളതെല്ലാം വന്ന് എടാ എനിക്ക് മാത്രം എന്താ വരാത്ത? അൻ്റെത് വരുന്നില്ലടാ. നിങ്ങളതെല്ലാം എങ്ങനെ വരുന്നു? എനക്ക് മാത്രം എന്താ ഇത് വരാത്ത? ഇത് അടിതെന്താ ചെയ്യുക? വന്നോ? ഇത് വന്നത് തന്നെയാണ്. ഞാൻ ഇപ്പം പക്ഷെ ഇതിലൊന്നും കാണുന്നില്ല. എല്ലാം പഴയ പോലെ തന്നെ ഉള്ളേ. ഇത് പുതിയ തോന്നട്ടോ.
IG Zaikakallin donated 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ഡാമൈരെ എന്റെ അക്കൗണ്ട് പ്രൊമോട്ട് ചെയ്യാനല്ല ലൈവിൽ കാണിക്കാതെ സ്റ്റോറി നോക്കിയാലും മതി. എടാ പോടാലോട്ടെ നിന്റെ കുറേ സമയം എൻ്റെ അലാക്കിൻ്റെ. അടുത്തെന്ത് സംഭവം ഇത് അപ്ഡേറ്റ് വന്നു. ഓക്കെ ഓട്ടോ അപ്ഡേറ്റ് ആയി എന്നുള്ളത് ഓക്കെ, പക്ഷെ ഇതിലൊരു ചേഞ്ചസ് ഒന്നും കാണുന്നില്ലല്ലോ. സുലൈമാൻ ഗോപി എടാ ഇത് ചേഞ്ചസ് ഒന്നും കാണുന്നില്ലല്ലോ. ഇതെങ്ങനെ പിന്നെ അപ്ഡേറ്റ് എങ്ങനെയാണത് വർക്കാവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലത്. മിഷൻസ് ഒന്നല്ല, ഈ ഗ്രാഫിക്സ് എന്തെങ്കിലും. ഓഷ്യനോടി വന്ന് ഓ അടെ ഇത് തീം മാറാത്ത എന്തായാലും തീം മാറട്ടെ. തീം ഗ്രാഫിക്സിൽ മാറ്റുന്നതാടാ തോന്നില്ല. ഗ്രാഫിക്സിലല്ല, ഇങ്ങനെ തീം മാറ്റുവാ. ആരോടും ചോദിക്കാം പുതിയ അപ്ഡേറ്റ് എങ്ങനെയുണ്ട്, നമുക്ക് അഭിപ്രായം ചോദിക്കാം ആൾക്കാരോട്. ഓക്കെ ഓക്കെ ആരെങ്കിലും ഒന്ന് കേട്ടടാ മയിലുകള്. ഗൈസ് കേൾക്കുന്നുണ്ടോ? പുതിയ അപ്ഡേറ്റ് എങ്ങനെയുണ്ട്? കളിച്ചു നോക്കിയാ? ഡൗൺലോഡ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള. അതെയോ, ഞാൻ കളിച്ചിട്ടുള്ള ആരോടും അടുത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ. പുതിയ ഇവന്റും പുതിയ അപ്ഡേറ്റിലും വരുമ്പില്ല നമ്മൾ ഒരിക്കലും അത് ഇതുവരെ കളിക്കാത്ത കുണ്ടകളൊന്നിച്ച് കളിക്കാൻ പറ്റില്ല. മനസ്സിലായി? അത് കളിച്ച് മനസ്സിലായി, കുറച്ച് കളികൾ കളിച്ച് അത് എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നിച്ച് കളിച്ചാൽ നമുക്ക് എല്ലാം പറഞ്ഞു തരും. പെട്ടെന്ന് നമുക്ക് ഇവന്റ് പരിചയമാവും, പുതിയ ഇവന്റ് പെട്ടെന്ന് പരിചയമാവും. മനസ്സിലാവും? ലാലു ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. എടാ സൈക്കോ കുണ്ണാ, നീ ഇവിടെ ഡൊനേറ്റ് ചെയ്യുന്ന പൈസക്ക് പൊട് കൊടുക്ക്. ആടാ ഇവനല്ലേ ഏതാണെന്നോ ഇവനല്ലോ ഫുഡ് കൊടുക്കാൻ അതെന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ കാര്യം പറയില്ല. ഇപ്പം എനിക്ക് ആര് വന്ന് ഇത് മറ്റേ ചാറ്റ് ചെയ്യണം ഡൊണേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഫുള്ള് അന്വേഷിക്കും. ഇവർ ഏത് അക്കൗണ്ട് നമ്പറാണ് കൊടുക്കുന്നത്, ഇവരിത് ശരിക്കും കൊടുക്കുന്നുണ്ടോ, മൊത്തം ജെനുവിനിറ്റി മൊത്തം നോക്കിയിട്ടേ ഞാൻ കൊടുക്കില്ല. കാര്യം പറയില്ല, ഞാൻ കുറേ എണ്ണം കൊടുത്തിട്ട് ഞാൻ മൂവ് ചെയ്യാം. കാര്യം പറയലോ. ടൈലർ എവിടെ? ടൈലർ ഉണ്ടോ? സൈറക്സ് അല്ല അത്. എടാ സൈറക്സ് എന്താ നേരത്തെ വരാത്ത? അത്ര കാലറി അയ്യേ ഇതെന്തണ്ടി? ആരാ ഇതെന്തണ്ടി? ഒരുമാതിരി വിളിച്ചുവരുത്തല്ലേ ഇവിടെ. ഞാൻ കൈ തട്ടിയടാ സോറിടാ. ഞാൻ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തോ? റൗത്തർ നമ്മളെ കൊമ്പിന്റെ ഫ്രണ്ട്. കൊമ്പിണ്ട് അങ്ങോട്ട്. എന്താടാ സൈറക്സ് എടുക്കാത്ത? ഫുള്ള് എന്തെല്ലോ ആയല്ലോ ചെക്കൻ. ഇത് കളിച്ചാ? ഇവന്റ് കളിച്ചാ? പുതിയ ഇവന്റ് കളിച്ചാ? എന്താ അവസ്ഥ? രസമുണ്ടാ? ഓടോ? ഓടോ? സാധനം ഓടോ? കളിച്ചോക്കിയാലോ? കോൾ ഹന്ന അടാ, ഒരു മിനിറ്റ് അടാ, ഞാൻ ഇപ്പൊ വരാം. ഹന്നെ വിളിക്കട്ടെ.
ഹന്ന കാരണം മെസ്സേജ് അയച്ച് ഇവളിപ്പോ നോക്കിക്കോ, സ്ഥിരമായിട്ട് ഇടുന്ന കുറച്ച് സെൽഫി ഉണ്ട് ഇവക്ക് മുത്തേ, നോക്കിക്കോ. സൗണ്ട് വരാത്ത സൗണ്ട് വരാത്തത്. റൂബൻ റൂബി ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി വാക്സിന്റെ പുതിയ ഫുട്ബോൾ വീഡിയോ വന്നിട്ടുണ്ട്, ഇൻസ്റ്റ നോക്ക്. ആടെ അവിടെ മുത്തേ വാക്സ് സെറ്റായി നോട്ടെ. വാക്സിനൊരു സാധനം ഞാൻ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. ചെക്കൻ്റെ സ്പോൺസർഷിപ്പ് മിക്കവാറും കിട്ടും കേട്ടോ. കിട്ടിയിട്ടുണ്ടാവും, ഇപ്പം മിക്കവാറും കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഒരു ടീമായിട്ട് മുട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നടന്നാൽ മതിയായിരുന്നു. LG TV LG HD എന്താ ബ്രോ? ഈജിപ്തിലാ ഞാൻ സ്റ്റഡി ബ്രോ ഈജിപ്തിൽ പോകുന്നുണ്ടെന്ന് കേട്ടോണ്ടാണ് പറഞ്ഞത്. ഈജിപ്ത് നൈസ് പ്ലേസ് ആണ്, വരുമ്പോ വിളിക്കും. മീറ്റ് അത് നമുക്ക് അധികം എക്സൈറ്റ്മെന്റ് കാണിക്കണ്ട. ഷുവർ അന്ന വിളിക്കോ അടി ഇവളവിടെ മുത്തി ഈജിപ്ത് ഇവളെ മീറ്റ് ചെയ്യാട്ടാ. അടി ഇവള് ശരിയായതാ. ഫോട്ടോ ടേബിളല്ലേ? ഇവളെ കണ്ട എനിക്ക് ആരെയാ ഓർമ്മ വരുന്നത് അറിയോ? അടി ഇവളെ കണ്ട് നിങ്ങൾക്ക് ആർക്കും ഓർമ്മ വരുന്നത്? നിങ്ങൾക്ക് ആരും ഓർമ്മ വരുന്നത്? എടാ നമ്മളെ പാട്ട് പാടുന്ന സഫയില്ലേ, ഓർമ്മ ഉണ്ടോ? അല്ലേ അല്ലേ സഫ മുസ്തഫ ആറാം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? തട്ടൊന്നും ഇടാണ്ട്. അതാണ് അല്ല സഫ മുസ്തഫന്റെ ആറാം പറഞ്ഞ വേഴ്സ് അല്ലേ? നൈസാണ് ഭയങ്കര. അങ്ങനെ അവിടെ ഇവിടെ ഈജിപ്തിലാണ് പഠിക്കുന്ന മുത്തേ. നമുക്ക് ഈജിപ്തിൽ എന്തായാലും ഇവിടെ മീറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഇവിടെ മീറ്റ് ചെയ്യാം. വിളിക്കാം അന്നാനെല്ലാം വിളിക്കാം. നിൽക്ക് ഇതാര് നിനക്ക് ഒറ്റ അന്നൻ ഇപ്പോൾ വിളിക്കാം. സംസാരിക്കട്ടെ. ഇതെന്താന്ന് ചാറ്റിൽ വന്നു. ഇതെന്താന്ന് മോഡേൺ ഡ്രസ്സും അതിന് വെച്ചൊരു പൊട്ടുവാ. പാർട്ടി ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ അത് സത്യം പറഞ്ഞാൽ വൃത്തിയാടാണ്. അത് ചേരൂല. കാര്യം പറഞ്ഞാൽ ചേരുന്നില്ല. സത്യം ചേരുന്നില്ല. തീരെ ചേരുന്നില്ല. കളഞ്ഞ ഇപ്പൊ ഓക്കെ, ഇപ്പൊ സെറ്റ്. ഡൊണേഷൻ തരുമെന്ന് വിചാരിച്ചിട്ടതാ ഈ പൈസ. ഓക്കെ സീനില്ല. ഓക്കെ ബൈ. എടാ ഞാൻ പറയട്ടെ, ഞാൻ ഈജിപ്തിലേക്ക് പോകുമ്പോ LG HD LG TV ഇതെന്താ LG? അത് ഇതെന്താന്ന് മണ്ടലിയാ? ഇത് എവിടെന്നാന്ന് പെരിച്ചായാലും തല പുറത്തിട്ട് ഇത്ര സമയം ഇവിടെ കണ്ടിട്ടില്ലാലും ഇവനാ. ഇത്ര സമയം ഇവനെ കണ്ടില്ല. ഞാൻ അറിഞ്ഞിട്ട് ഇതെന്താ മാളത്തുനിന്ന് മണ്ടലിയെല്ലാം തല പുറത്തിടുന്ന പോലെ. ഫുഡ്
ഇവ ഉണ്ടാക്കിയിട്ട് ഞാൻ ഫുഡ് പോകുന്നത് തന്നെ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കുന്നത്. ഇതിപ്പോ 2 ആഴ്ചയിൽ ഒന്നായി. ചെറിയ കുട്ടിയല്ലേ, അവൻ പഠിച്ചു വരും. ചെറിയ കുട്ടിയൊന്നല്ല, ഇവര് പലതും അത്ര ചെറുതൊന്നല്ല. ഈജിപ്തിൽ 10 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. മിക്കവാറും ലേറ്റ് ആവും. ചിലപ്പോ 2 ആഴ്ചയിലാവുന്ന പറയുന്നത്. എനിക്ക് അങ്ങനെ കുറേ ദിവസം നിൽക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരാഴ്ച പോയിട്ട് വരണം എന്നാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ അവർ പറയുന്നത് വെച്ചാൽ അങ്ങോട്ടേക്ക് പോകാൻ തന്നെ 2 ദിവസം ട്രാവൽ എടുക്കുന്ന പറയുന്നത്. അപ്പൊ പിന്നെ 4 ദിവസം മൊത്തം ട്രാവൽ മാത്രമായി. പിന്നെ അവിടെ പോയിട്ട് വന്നിട്ട് വരുമ്പോഴേക്ക് 10 ദിവസം 12 ദിവസം അങ്ങനെ പറയുന്നത്. നോക്കാം. 10 ദിവസം ഞാൻ മാക്സിമം കുറച്ചേ നിൽക്കും. പിന്നെ എന്താ പരിപാടി? എവിടെ പോന്നു? ചുമ മാറിയിട്ടൊന്നുമില്ല, ചുമ ഉണ്ട്. ചുമ സീനാണ്. എനിക്ക് മുത്തേ ഞാൻ കാര്യമല്ല. ഞാൻ രാവിലെ 7 മണിക്ക് ഞാൻ വീട് നോക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ്. അപ്പാർട്ട്മെന്റ് പുതിയ വീട് മാറിയാണ്. ഇവിടുന്ന് ഒഴിയാന്ന് വേറെ സ്ഥലത്തേക്ക് പോയത്. ഇവിടെ അടങ്ങാറ്. നിനക്ക് ഇവിടുത്തെ അവസ്ഥ അറിയോ? ഇവിടെ പിള്ളറില്ലേ? മഴേന്റെ അല്ല, ഇവിടെ ജനലിതാ. ഇവൻ പറഞ്ഞു തരും ഇവിടുത്തെ അവസ്ഥ പറഞ്ഞു കൊടുക്കും. ജനലിന്റെ ആടെല്ലാം വെലിഞ്ഞ് പറയുന്നത്. ഇത് കണ്ട, ഈ ജനല് കണ്ട, ഇവിടെ കണ്ട, ഇവിടെ വന്നിട്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ നിൽക്കും. അല്ല അപ്പുറത്ത് ഞാൻ തൂറാൻ പോകുമ്പോ എനിക്ക് പേടിയാണ്. ഞാൻ തമാശ പറയുന്നല്ല. ഞാൻ റൂമിൽ നമുക്ക് ഡ്രസ്സ് മാറാൻ വരെ കയറിയ ഇവരിങ്ങനെ വെലിഞ്ഞ് കയറി ഇതിന്റെ മുകളിലേക്ക് കയറാൻ പറ്റും. മനസ്സിലാ? പുള്ളർ ഇതിന്റെ മുകളിലേക്ക് കയറിയിട്ട് ക്യാമറ എടുത്തിട്ടാണ് ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ അങ്ങനെ നിൽക്കും. പിന്നെ ഇടക്കിടക്ക് വന്ന് ബെല്ലടിക്കുക. ലൊക്കേഷനിലെ ലീക്കായി, കുറച്ച് ചെറുതായിട്ട് ലീക്കായിട്ടുള്ളൂ. അധികം കുറെ ആൾക്കൊന്നും അറിയാൻ തീരും. ആണോ? ഒരു മിനിറ്റ് ആണോ, ഞാൻ ഇപ്പൊ വരാ. നീ എന്നിട്ടെന്താ പരിപാടി? എന്ത് ആണോ? ഞാൻ മൊത്തം ടയേർഡാണ്. ഞാൻ രാവിലെ 7 മണിക്ക് വീട് നോക്കാൻ ഇറങ്ങിയിട്ട് ഞാൻ കാര്യം അത് വേറെ പേഴ്സണൽ ഡിപ്രഷൻ കേസ്. ആയാലും പോയി, ആയാലും സെറ്റായി. അതല്ല, ഞാൻ രാവിലെ എൻ്റെ സത്യം ഇന്നത്തെ എൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ ഫക്കടപ്പാണ്. ഞാൻ 7 മണിക്ക് വീട് നോക്കാൻ ഇറങ്ങിയിട്ട് 8 വീടാറ്റം ഞാൻ കണ്ട്. 10ൻ്റെ അടുത്ത് വീടുകൾ ഞാൻ കണ്ട്. ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ലാസ്റ്റ് ഒരെണ്ണം ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് ഒരെണ്ണം ഇങ്ങനെ ഓക്കെ ആയിട്ടുണ്ട്, ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. നാളെ പോയിട്ട് ഇതാക്കും, സെറ്റാക്കും. സ്റ്റോറി നോക്കുന്നോ? സ്റ്റോറി എന്താ? നീ എന്താ സ്റ്റോറി ഇട്ടേ? ഡബിൾ റോൾ കാമക്കണ്ണെന്നാ. ഞാൻ എന്താ ഡബിൾ റോൾ കാണിച്ചത്? ശരിക്കും ഇവന്റെ ഒന്നിച്ച് നടക്കുമ്പോ പേടിയാ നിനക്ക്. ഈ വീടെല്ലാം നോക്കാൻ പോകുമ്പോ ആൾക്കാർ നമുക്ക് വീട് തരുന്നില്ല. ഇത് നമ്മ ഏതോ ചെറിയ പെണ്ണിനെ പീഡിപ്പിക്കാൻ കൊണ്ടുപോയിന്നല്ലാന്ന് ഇവരെ വിചാരം. പീഡിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതെന്ന് വെറുതെ സീനാവും ചേച്ചിട്ട് വീടൊന്നും തരുന്നില്ല. ശരിക്കും കുറെ ആൾ പറഞ്ഞു ഇവ പെണ്ണിന് ചെറിയ പെണ്ണിനെ പോലെ ഉണ്ടെന്ന് കുറെ ആൾക്കാർ പറഞ്ഞു. എന്ത് പേട്ടെ അവിടെ എത്തി. പിന്നെ കേസ് അല്ലെങ്കിൽ തന്നെ എത്ര കേസാന്നറിയോ? ഞാനും മേഘം മാത്രം. ഇവനില്ല. ഇവരെ എയർപോർട്ടിലൊക്കെ കടത്തി ഓർക്കും. തിരിച്ചു വരുമ്പോ ഇതാക്കും. ഡൊണേഷൻ സ്റ്റോറി നോക്കട്ടെ. ആദ്യം ഞാൻ നിൽക്കുന്നത് മിക്കവാറും ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ട് ഇവൻ ഉഡായിപ്പ് സാധനം തോന്നി. ഇപ്പൊ കുറെ ആൾക്കാർ ഡൊണേഷൻ എന്നുള്ള ലെവലില് ഈ ഫേക്ക് ഇതല്ല QR കോഡെല്ലാം ഇട്ടിട്ട് സ്കാം പരിപാടി നടത്തണം. എനിക്ക് ഇവ ആരാന്ന് നോക്കട്ടെ. ആദ്യം എന്താ ജെന്യൂൻ ആണോ സംഭവം എല്ലാം നോക്കിയിട്ട് നമുക്ക് ഇതാക്കാം. കാരണം ഇവർ ലൈവിൽ ഇത് കാണിക്കാൻ വേണ്ടി, അക്കൗണ്ട് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കുറേ ആൾക്കാർ വരും. മനസ്സിലാവും? ആദ്യം ഞാൻ നോക്കട്ടെ. ഞാൻ സ്ക്രീൻ ഐഡ് ചെയ്തിട്ട് ആദ്യം നോക്കട്ടെ എന്താ സംഭവം നോക്കട്ടെ, ജെന്യൂൻ ആണോ നോക്കട്ടെ. പിന്നെ നീ എന്താ പരിപാടി? എന്ത് ഫുഡെല്ലാം കഴിച്ചാ?
സൂപ്പർ പോണം, കുറച്ച് സാധനങ്ങളെ വാങ്ങണം. സൂപ്പർ മാർക്കറ്റിൽ പോവാനാ നീ പാർട്ടി ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് ഇറങ്ങിന്? എടാ എന്തുവാണ്, എന്താ ഈ പാർട്ടി ഔട്ട്ഫിറ്റ്? പിന്നെ അത് പാർട്ടി ഔട്ട്ഫിറ്റ് കാണിക്കണ? ഇവളെന്താടാ ഇവളെ ഒരുമാതിരി ഒട്ട. തലശ്ശേരി. ഈജിപ്തിന്റെ അടുത്താണ് അർമേനിയ. അർമേനിയ ഇപ്പൊ വരണ്ടടാ, ചൂടെടുത്ത് മരിക്കും. വിന്റർ എവിടെ അടിപൊളി. ഇവിടെ ഭയങ്കര ചൂടാ. എന്റെ അമ്മ, ഞാൻ എങ്ങനെയോ വീട്ടിലെത്തുന്നേ. പിന്നെന്താ? പിന്നെ സുഖമായിട്ടിരിക്കുന്നു. സത്യം പറഞ്ഞ കണ്ണലാണ് ഞങ്ങൾക്ക് തീരെ. സത്യം പറഞ്ഞാൽ ഫുൾ ടയേർഡാ. ലിറ്ററലി എൻ്റെ കണ്ണ് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ബാഗ് ആയിട്ട് ഇങ്ങനെ കണ്ണിന്റെ താഴെ ഇങ്ങനെ ബാഗ് ഇതായിട്ടുണ്ടോ. എൻ്റെ കണ്ണിങ്ങനെ ഇങ്ങനെ മാഗ്നറ്റ് പോലെ ഇങ്ങനെ അടയുന്നുണ്ട്. സത്യം പറയാം. രാവിലെ 7 മണിക്ക് തുടങ്ങിയിട്ട് ഇപ്പം രാത്രി 8 മണി 8:30 ഞാൻ തിരിച്ചെത്തിയത് വീട് നോക്കാൻ പോയിട്ട്. ഫുള്ള് വണ്ടി ഓടിച്ച് തളർന്ന് പണ്ടാറടങ്ങി പോയി ഞാൻ. ആദ്യം പുതിയ വണ്ടി വാങ്ങിയിട്ട് ഓടിച്ചിട്ട് ആദ്യമായിട്ട് ഞങ്ങൾക്ക് വണ്ടി ഓടിച്ചിട്ട് മടുക്കുന്നു. എനിക്ക് ഇതുവരെ മടുത്തില്ല. കാര്യം പറയില്ല, കൊച്ചിയിലെ ട്രാഫിക്കിൽ വണ്ടി ഓടിച്ചിട്ട് കാര്യം പറയില്ല. ഫോർച്യൂണർ ഓടിച്ചിട്ട് എനിക്ക് ഇന്ന് മടുത്ത്. സത്യം പറഞ്ഞില്ല, ഞാൻ ഇതുവരെ വിചാരിച്ചില്ല എനിക്ക് ഈ വണ്ടി ഓടിച്ചിട്ട് മടുക്കുമെന്ന്. ഇന്നത്തെ ദിവസം മൊത്തം 12 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് മടുത്തു പോയടാ. ഞാൻ കാര്യം പറയാലോ. മമ്മു മയിരിന് എന്താ തൂറാൻ മുട്ടുന്നുണ്ടോന്നാ? എന്താ നീ എന്തിങ്ങനെ നിക്കുന്ന പറയുന്ന പോലെ? എന്താ കെത്തില് ഫാഷൻ ആക്കാൻ വേണ്ടിട്ട് ഇട്ടാണ് സംഭവം. ഫാഷൻ ആണെന്നാണ് ഓന്റെ വിചാരം. സംഭവം ജസ്പി മാലയില്ലേ, നമ്മള് ദിക്റ് കൊല്ലുന്ന മാലയില്ലേ ഇങ്ങനെ ഇതാക്കിട്ട്, അതാ സാധനം ഫാഷനാന്ന് വിചാരിച്ചിട്ട് ഇട്ടതാ. പിന്നെ അടി ഇതെന്താ ഇത് ജസ്പി മാല. ചാറ്റിനടിച്ചോടെ ഇതെന്താ എല്ലിടുന്ന അടി? ഇത് നോക്ക്, ഇത് ജസ്ബി മാലയാടാ പൊട്ട. ഇത് ഫാഷൻ അല്ല. അടിച്ചു മാറ്റാനാ? എന്തിന്റെ വർക്ക്? ഏത് സിനിമ? പൊട്ടിയാ പടം? BGM ആടാ ഞാൻ ഇത് പുതിയ അപ്ഡേറ്റ് വന്നു. ഞാൻ പബ്ജി കളിക്കാൻ പോവാ. നീ BGM പബ്ജി കയറ്റാൻ പറഞ്ഞ് കയറ്റിയാ നീ? VPN ആക്കും. VPN മഡ്ഫിഷ് VPN വാങ്ങാം. നീ ചോദിച്ച് മനസ്സിലാക്കിട്ട് പബ്ജി സെറ്റ് ആക്കും. ഓക്കെ, ഞാൻ പോയി കളിക്കട്ടെ. ബൈ, സിയോ. ബൈ. എടാ പോടാ, അന്നെ വീഡിയോ കോൾ എടുക്കൂലടാ. എടാ അത് ഒരുമാതിരിയാണ്. നമ്മൾ ഓള് എടുക്കൂലെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ട്രൈ ചെയ്യുന്ന ഒരുമാതിരി ഡെസ്പറേറ്റ് പരിപാടിയാണ്. എടാ നീ ആദ്യം മനസ്സിലാക്കണ്ടല്ലോ. നീ അധികം പെമ്പിള്ളൊരു ചാറ്റിങ് കുറെ പ്ലീസ് എല്ലാം പറയുന്നത് നിർത്തിയാ? അതെന്താ? എന്താ എന്നെ ലോബിയിലുണ്ട്. ഈ അവിടെ കളിക്കാൻ പോയ വൃത്തിയാക്കടാ. ഇവിടെ ഒച്ചപ്പെടാ. എനിക്ക് കളി അറിയാലോ. കളീൻ്റെ അടുക്കാൻ എന്നെ അടങ്ങാറാക്കിയ എൻ്റെ സ്വഭാവം മാറാം. എനിക്ക് ദേഷ്യം വരും. ബാക്കി സൗണ്ട് ആക്കാത്ത രീതിയിൽ വേണമെങ്കിൽ വൃത്തിയാക്കിക്കോ. പാക്ക് ചെയ്ത് വെച്ചോ എല്ലാം. ഹന്ന, what's up baby girl? Did you miss me? ഇല്ല. എന്നാ പരിപാടി? കൊച്ചിയിൽ വന്നിട്ട് എന്താക്കി? എടാ എന്റെ ഫിംഗർ സ്ലീവ് ഉണ്ടായിരുന്നടാ. എടാ ഒരു മിനിറ്റ്. എടാ മമ്മോ, ഇപ്പൊ എന്റെ കൈ ഒരു ഫിംഗർ സ്ലീവ് ഉണ്ടായിരുന്നല്ലോ. എടുത്ത് സാമാനത്തിലായിട്ട് ഇട്ടിട്ടുണ്ടാവും മോനെ. എടാ ഒരു ഒറ ഉണ്ടായിട്ടില്ല ഇവിടെ. എങ്ങനെയാ ഒരു ചെറിയ ഇങ്ങനെ വേറെ കോണ്ട എങ്ങനെടാ കോണ്ട അറിയാം നിനക്ക്? ചെറിയൊരു ഒറ ഉണ്ടായിട്ടില്ല ഇത്ര ഉള്ളേ കയ്യിലിടുന്നേ. ആ
എടാ പുതിയ ഇവന്റ് കളിച്ചു നോക്കിയാ? കൊള്ളാം, കുഴപ്പമില്ല. എന്നൊന്ന് കേട് ഞാൻ എന്റെ എനിക്കറിയില്ല വേറെ ആരെങ്കിലും ഐഡിയയുടെ നീ എന്നാണ് ഒരുമാതിരി പേടിത്തൊണ്ടത്തി ആവില്ല. നീ ഒന്നും കാര്യം പറയാറാ. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നേ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. കളിച്ചല്ലേ പഠിക്കുന്നേ. അവിടെ മഴയുണ്ടോ? നല്ല മഴയാ. മഴയുണ്ടോ? ഫ്രണ്ട് റിക്വസ്റ്റ് നോക്കട്ടെ. കൊറേ ദിവസമായി ഓൺ ചെയ്ത്. ബിരിയാണി സഹാദ് ഷാ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. പ്രോ സ്ട്രീം എടുത്തിട്ട് വാട്സാപ്പ് ഗ്രൂപ്പ് അടി ചെയ്തില്ല. ഞാൻ പ്രോ എടുക്കുന്ന എല്ലാവരും ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ വേണ്ടിട്ടല്ല ഗ്രൂപ്പ് ഉണ്ടാക്കിയ. ഗ്രൂപ്പ് നമ്മളെന്താ സംഭവം അറിയോ? അവിടെ മുത്തേ നമ്മളെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ OG സ്ക്വാഡിന്റെ ഗ്രൂപ്പാണ്. ഓക്കെ, OG സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ അതിൽ കയറ്റും. മനസ്സിലാവും? അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രോ എടുക്കുന്ന എല്ലാവരും കയറ്റാണെങ്കിൽ എന്താ ഗ്രൂപ്പ് അത് സീനാണ്. അങ്ങനെ ഇതാക്കാൻ പറ്റില്ലടാ. അങ്ങനെ ചെയ്യണോ? അത് പോസിബിൾ അല്ലടാ. ഇതെന്താ ഏതോ ഒരു കാമക്കണ്ണൻ തുപ്പി നോട്ടിടും നേരത്തെ വന്നിട്ട് വായിക്കാണ്ട്. അതുൽ PM ഡൊനേറ്റ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. വാക്സിന്റെ ഫുട്ബോൾ വീഡിയോ കാണാൻ. വാക്സിൻ ഫുട്ബോൾ ഉണ്ടോ? തൊട്ട് മലപ്പുറത്തെ ഒരു കണ്ടതാണോ? ഓക്കെ ലെറ്റ്സ് ഗോ. എടാ വാക്സിൻ ഇത് സെറ്റ് ആയിട്ടോ. എനിക്ക് അത് സത്യം പറയും. ഇന്ന് എനിക്ക് ഹാപ്പിനെസ് വന്ന ഒരേ ഒരു കാര്യം എന്താ വെച്ചാൽ വാക്സിൻ ഒരു ക്ലബിനെ ഞാൻ സെറ്റ് ആക്കി കൊടുത്തു. ചെക്കൻ മിക്കവാറും രക്ഷപ്പെടുവാ. ചിലപ്പോ പറയാൻ പറ്റില്ല. ഒരു ടോക്ക് എന്തായാലും നമുക്കൊന്നും അറിയില്ല. അപ്ഡേറ്റ്സ് അറിയില്ല. ഇതാരാ പച്ചക്കുറി? ഹലോ ഹായ് ബ്രോ, കളിക്കാം? അമീനെ കെ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ഗേൾസ് ഓൺലി ഗ്രൂപ്പ് ആക്കാൻ ഞാൻ അഡ്മിൻ. അമ്മീന്റെ പൂതി ഉണ്ടല്ലോടാ അമ്മായി. എന്റെ സൗണ്ട് അടിപൊളിയാന്ന് എനിക്കറിയാം. പറയാനൊന്നുമില്ല. I got the triple elimination medal. സൗണ്ട് വരുന്നു. അടിപൊളി സൗണ്ട് ആയിരിക്കും ഇമിറ്റേറ്റ് അറിയോ? ഞാൻ തട്ടെ. അത് ഇങ്ങനെ പതിയെ സംസാരിക്കുന്നുണ്ടാ? ഉറക്കെ സംസാരിക്കുന്ന നോട്ടെ. നിന്റെ സൗണ്ട് വേരിയേഷൻ നോട്ടെ. ഭയങ്കര സൈലന്റ് ആയിട്ടുള്ളത്. എന്താ നീ ഇപ്പൊ എവിടെയാ? എവിടാ? മിനിമം വിളിച്ചിട്ടുണ്ടായാലോ? പറയട്ടെ, നീ കൊച്ചിയിൽ വന്നിട്ട് ഉണ്ടായ 3 ദിവസം കറക്റ്റ് ആ 3 ദിവസം എനക്ക് ഇടയ്ക്ക് ഇങ്ങനെ സീസണൽ ആയിട്ട് വരുന്നത്. കറക്റ്റ് നീ കൊച്ചിയിൽ വന്ന 3 ദിവസം ഞാൻ ഡിപ്രഷനിലായിരുന്നു. മൂഞ്ചി പോയി. ക്ലബിന്റെ അടിയിലോട്ട് ഹെഡ്സെറ്റ് ചേഞ്ച് ചെയ്യണല്ലേ? ഒരു ഇത് ഇതിന്റെ ഓർപ്പിക്കാം. എവിടെ ഇറക്കുക?
എന്താ ഇത്? വെള്ളത്തിലോട്ട് Watch out! ഇവിടെ തോക്കില്ലേ? അവിടെ ആളിറങ്ങി, താഴത്തെ ആളിറങ്ങി വെള്ളത്തിലോട്ട്. ആ ഇവിടെ 2-3 ആഴ്ച കളിക്കാണ്ട് കയ്യൊന്നും എന്തോ ഒരു സുഖമില്ലടാ. Help! ഇതാരാ വീണേ? മോളെ ഇങ്ങോ അന്ന നമുക്ക് ഒരെല്ലാം ചത്തോട്ടെ. സഹാദ് ഷാ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ബ്രോ ഞാൻ OG ഫാനാണ്, പ്ലീസ് ആഡ് മീ ഗ്രൂപ്പ്. ആണോ? ഓജിയാന്ന് നീ തെളിയിക്കണം. പക്ഷെ നീ ഓജിയാന്ന് തെളിയിച്ചാൽ നിന്നെ ആഡ് ചെയ്യും. ഓജികളെല്ലാവരും നമുക്ക് കേൾക്കാൻ കാര്യം പറയല്ലോ. ഇനി വേറെ വർത്താനൊന്നുമില്ല. എന്ത് സാധനം? ഇതെന്താ ആക്സെന്റ്? ഡേഞ്ചറാണ്. എന്താ സീനെന്താ? ഇതെന്തണ്ടി മോളിൽ ആളുണ്ടോ അവിടെ? അവിടെ സാധാരണ നോർമലി ആളുണ്ടാന്ന് പറയുന്നത് സംഭവം. ആളില്ലാത്ത ഇവന്റാന്ന് തോന്നട്ടത്. എടാ ഞാൻ തിരിച്ച് ഹെഡ്സെറ്റ് ഇട്ടിട്ടാണ് പൊട്ട. ഞാൻ ഇത്ര സമയം പൊട്ടനെ പോലെ ഞാൻ ഇവിടെ കളിക്കുന്നത്. Watch out! ആ നീയാണിപ്പോ വന്നിറങ്ങിയേ? സംഭവം ഇതിന്റെ മുകളിലാളുണ്ട്. Watch out! താഴത്ത് വെള്ളത്തിന്റെ അടിയിൽ ആളുണ്ടാവുക. ഇതിപ്പോ റീകോൾ ആയി വരുന്നതിന് മാത്രമാണ്. പാരഷൂട്ട് ഇട്ട് പോയാൽ നമ്മള് വൈകി എത്തും. അതായത് പാരഷൂട്ട് ഇടാതെ പോയാൽ നമ്മളെ ഹെൽത്ത് കുറയുന്നില്ല വീണാല്. പാരഷൂട്ട് ഇടാണ്ട് വീണാൽ ഹെൽത്ത് കുറയൂല. ബിൽഡിങ്ങിന്റെ നെറുവ് മാത്രം ചാടിയാലേ ഹെൽത്ത് കുറയുള്ളൂ. നെറുവിന് നമ്മൾ ചാടി വരുമ്പോ ഹെൽത്ത് കുറയും. ഇതെന്തൊരു സാധനം? അതിലോട്ട് നോക്ക്. എന്നിട്ട് അവിടെ അതിലോട്ട് നമ്മളാ മാർക്ക് നോക്കേ. ഉള്ളിലോട്ട് പോകാം. സത്യം പറഞ്ഞ എന്റെ 2 ബട്ടൺ ഒന്നിച്ചുള്ളത്. നിങ്ങക്ക് M4 ആണോ? ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. എടുത്തെടുത്തു. ബുള്ളറ്റ് ആണീന്നാ അതുകൊണ്ട് ഞാൻ ഡ്രോപ്പ് ചെയ്തു. എടാ മോനെ, എടാ അടുത്ത നേട് എന്തായാലും വരും. ഈ ഇവന്റിൽ നേട് ഭയങ്കര കൂടുതലാണ്. ഞാൻ കണ്ടു. Thank you.
സ്കോപ്പിലാണ് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി നമുക്ക് അടിക്കും. അതുകൊണ്ട് അവിടെ കാണുന്നുണ്ടാ ഓനിപ്പൊ നോക്കാന്നുണ്ട്. അവന്റെ മൂക്ക് ഞാൻ ഇപ്പൊ പൊട്ടിക്കും പട്ടി. സ്കോപ്പിലുണ്ട് ഇപ്പൊ എനിക്ക്. വെയിറ്റ് ചെയ്യാൻ സ്മോക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങോട്ട് സ്മോക്ക്. ഇത് എന്തിനാ ഇവിടെ ആരാളെ? അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ആരാളെ സ്മോക്ക്? നീ വരുന്ന വയ്ക്കല്ലേ സ്മോക്ക് ഇടത്? നമ്മളെ സൈഡിൽ റൈറ്റിൽ ലെഫ്റ്റിലൊക്കെ എനിമി ഉണ്ട്. നോക്കണേ അങ്ങനെ പോലെ ആ നെറൂല ആളുണ്ട്. എനിമി ആടത്തേക്ക് ഇങ്ങനെ എത്തിപ്പെടുവാ? അതിന്റെ അടിയിൽ സ്റ്റെപ്പ് ഉണ്ടാവും, അതിന്റെ കറങ്ങി കയറാം. ഒരു 3 ആൾക്കാരുണ്ട്. പുഷ് വരുന്ന റൈറ്റ് ആണോ നോക്ക്. വന്നോനെ ലെഫ്റ്റിലുള്ളവനോട് എന്താണ് അവന്റെ പേര്? മയില്. ഓന്റെ പേരെന്താടാ? ഓന്റെ പേര് നോക്കില്ല. ആരോ വന്നേ. ഓനക്ക് അടിക്കണോടാ. എന്താടാ കാണിക്കുന്നത്? ക്ലൈംബ് ചെയ്യുന്ന പുട്ടുന്നടാ. പുട്ടുന്ന ക്ലൈംബ് കുറയും. അതിന് മുന്നിന്നും പുറകിന്നൊക്കെ അടിക്കണ പോമാര് ഗെയിം ശരിയല്ലടാ. ഇത് കളിച്ച മൈൻഡ് വരാന്താവും. ചില നായിന്റെ മക്കളെ കാണുമ്പോ ദേഷ്യം പിടിക്കും. മോനെ അടിച്ചിരിക്കും. ഓക്കെ, എങ്ങോട്ട് ഇറങ്ങട്ടെ? ഞാൻ റീകോൾ ആക്കും. അല്ല എടാ നമ്പർ 3 റീകോൾ ആക്കിയ. ഞാൻ റീകോൾ ആക്കാം. ഈ ഇവന്റിലോട്ട് വിട്ടോ. ഞാൻ അവിടെ റീകോൾ ടവർ ഇവന്റിലേക്ക് പോട്ടെ. ഇവന്റിലോട്ട് പോയി. അന്ന നീ ഇപ്പൊ എവിടെയാ? നാട്ടിലെവിടെ? മറ്റേ കൊല്ലത്തോ? അപ്പൊ നീ കൊച്ചിയിൽ വന്നിട്ട് എത്ര ദിവസം? നീ എന്താക്കി കൊച്ചിയിൽ? ഞാൻ മറന്നു. ഇതെന്തിനാ വന്നേ? എന്നെപ്പായിരുന്നു കൊച്ചിയില്? ഇനി പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. എനിമിണ്ടേ നമ്പർ 3 പഴംപൊരി അല്ലല്ലോ. സ്ക്വാഡിനെ കണ്ടപ്പോ പേടിച്ചോടാൻ ഞാൻ കണ്ടല്ലോ. ഒട്ടയല്ല കേട്ടിനാ. തൊപ്പിയ നിനക്ക് അറിയാത്തോണ്ടാ ചേർക്കുന്നത്. അവിടെ ഉള്ള ആൾക്കാർ പ്രൈം തൊപ്പിന്ന് എനിക്കൊന്നും അറിയില്ല. കാര്യം പറയല. ഏറെ സ്ട്രാറ്റജി ഇതെല്ലാം മെയിൻ ഗെയിം ആണിതല്ലോ. GTA I'm recalling a teammate. Thanks. അപ്പൊ എനിക്ക് ഹീറോ ആകില്ല. നമുക്ക് ആരെ പുഷ് ചെയ്യാം. വണ്ടി എടുത്തിട്ട് അങ്ങോട്ടേക്ക് വാ.
വണ്ടി ഉണ്ട്, ഇറങ്ങുന്നോടത്ത് തന്നെ വണ്ടി ഉണ്ട് റോഡില്. അവിടെ ലൂട്ട് കിട്ടോ? ഈസി ലൂട്ട് അവിടെ, ഈസി ലൂട്ട്. മുന്നിൽ എനിമിന്റെ ഓപ്പണില് ഞാനും വരുന്നു. ഓപ്പണിലുണ്ട്. അവിടെ വണ്ടി വെച്ചാ ഇതെന്താ എനിക്ക് ഗെയിം തിരിയാണ്ടല്ലോ. അവിടെ GTA സ്പാം ചെയ്തോണ്ട് നിൽക്കലടാ, കുറച്ചേരം കളിക്കൂടെ മുക്കല. അതോ അന്നാ നിന്നെ ഞാൻ രസിക്കും. എത്ര ആളാ നാടുള്ളത്? അവര് നോക്കുന്നുണ്ട്, ബാക്കി 3 ആള്. എല്ലാം നായണ്ണ മക്കളിനെ വേണ്ടി ഒരു സ്ട്രാറ്റജി ഉണ്ട്, ആദ്യത്തിൽ കൂടെ പോകണം. സ്ട്രാറ്റജിന്റെ മാത്രമാണ് അത്. നമ്മൾ ആദ്യം കുറച്ച് ഹെൽത്ത് കളഞ്ഞിട്ട് ഇതടിച്ച് വെച്ചാല് റിംഗ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളാവും. ഫുള്ളാവും പെട്ടെന്ന്. കുറച്ച് സാധനങ്ങളുണ്ട്, ഞാൻ പഠിപ്പിച്ചു തരാം. മെക്കല്ല, തിമിംഗലം. തിമിംഗലം എന്ത് ചെയ്യും? തിന്നോ? പറക്കും. Please recall me. അതിന് പുറത്തിരിക്കുന്ന ആൾക്കാരെ എടുക്കാം. തിമിംഗലം വെറുങ്ങനെ പറന്നല്ലോ, അതിൽ ആളെന്തായാലും ഉണ്ടാവൂലേ? തെരണ്ടിയാ? തെരണ്ടിയാന്നൊക്കെ സംശയം ഉണ്ടത്. അതൊരു മീനിന്റെ പേരാണ്. നീ വന്നിട്ടില്ല? തെരണ്ടി വന്നിട്ടില്ല? മാന്തയില്ല, മാന്തന്റെ ഉപ്പാപ്പ. മാന്തളുടെ ഉപ്പാപ്പ. നീ മീനൊന്നും തിന്നല്ല, നീ റിച്ചാ. മറ്റേതാ ബർഗുണ്ടി മാത്രമേ തിന്നു നീ. Please recall me. എന്താടാ പ്രോ വർക്ക് ചെയ്യുന്ന കാണുന്നില്ലേ? ഇതില്ലാണ്ട് നമുക്ക് തക്കാളി കണ്ടോ? പ്ലേത്ത് കട്ടപ്പ പ്ലേത്ത് സായിപ്പ് അവിടെ നിൽക്കുക. ഞാൻ മുന്നത്തെ പോലെ തന്നെ നമുക്ക് ഇങ്ങനെ സ്ക്വാഡായിട്ട് കളിക്കാൻ തുടങ്ങാം. കട്ടപ്പ പഴയ സ്ക്വാഡിനെ തിരിച്ചുകൊണ്ടിരുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. അള്ളാന്റെ മോനെ വരുന്ന ഫസ്റ്റ് എയ്ഡ് ഇല്ലാണ്ടായി പോയി. അല്ലെങ്കിൽ എല്ലാത്തിനും അറേഞ്ച് ആക്കി അറിയാലോ കളി.
അറ്റൂർ PM ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. എടാ മണ്ട, ഇന്ന് പുതിയ വീഡിയോ വാക്സ് ഇട്ടിട്ടുണ്ട്, നോക്ക്. ഫുട്ബോൾ ശരിക്കും നോക്ക്. I'm recalling a teammate. Thanks. തലമുറം താണ്ടി നീയും തന്തൈ മകൻ തന്തയില്ലാത്തവനെ വെട്രിക്കളികൾ. ഞാൻ വന്ന വണ്ടിയോടെ ഇതല്ലേ അല്ല, നീ വേറെ വണ്ടിയിൽ വരൂലേ? അതെല്ലാം ഒന്നിച്ച് വന്നോടാ, ഒന്നിച്ചാകുമ്പോ ഫസ്റ്റ് എയ്ഡ് ഇല്ലാണ്ട് എപ്പോഴും പുഷ് ചെയ്യോളാം. സത്യം അടിച്ചോന്റെ പേരൊന്നും പഠിച്ചോട്ടോ. അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ, അങ്ങോട്ട് ആളുണ്ടാവില്ലല്ലോ. ഇതൊക്കെ എന്താ ഇവിടൊക്കെ ഒരു വീട്, സൈറ്റിലൊക്കെ ഒരു വീട്. വീടാ ആ മാർക്ക് ചെയ്ത് ഇതെന്താ സെന്റർ അടിക്കുന്നു. അമ്പാന് എടാ ആണ് അല്ല ഇവന് എന്തായാലും പറയാ മലയാളി എന്താന്നൊരു ഗണ്ട് മറ്റേവാ. എടാ ആരെല്ലാം ഭയങ്കര സൗണ്ടാണ്. അല്ലാതെ എന്ത് സൗണ്ട്? ഇതാരൊന്നത് അരിയുണ്ടോ ഇട്ട് വെച്ചിനെ? ഇതാളാന്നോ? അരിയുണ്ടോ ആണെന്ന് എടീ ഉണ്ടെങ്ങനെ വന്ന ഉണ്ടെങ്ങനെ ഇവിടെ എത്തിയ ഇനിമ ഇടുന്നതാണല്ലോ, ആണെന്നൊന്നുമില്ല. ഇട്ടിട്ട് എടാ എല്ലിടല്ലടാ. അല്ലെങ്കിൽ എല്ലാം ഇട്ട് ഇന്ന് എനിക്ക് ഉറപ്പ് വരുന്നു. സത്യം പറയുന്നത് ഞാൻ ഈ പ്രോ തീർക്കണേ വിചാരിച്ചിട്ട് ചെയ്യുന്നത്. സായിപ്പ് 7 ചിക്കൻ അടിച്ചിനി ഓൻ മുട്ടടിക്കുന്ന വ്യക്തി ശരിക്കും അന്ന് ലൈവിലുണ്ട്. അതായത് ഇന്ന് ഓന് 7 ചിക്കൻ അടിച്ചില്ലെങ്കിൽ ഓൻ മുട്ടടിക്കുന്ന ലൈവിൽ ഓൻ പറയുന്നുണ്ട്. വണ്ടിയില്ല, വണ്ടി കേറി വണ്ടി ലോങ്ങില് കാണുന്നുണ്ട്.
ദാമ്പത്യോ അർജുൻ ആജു ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി ഗോഡൽ എല്ലാരും ആണല്ലോ, നീ അടക്കം വല്ല സോളിലും കെറിയവില എങ്കിലും കിട്ടുമായിരുന്നു. ഫ്രണ്ടിലടി ഉണ്ടല്ലോ ദീപക്ക്. പച്ചക്കറി നിന്നോട് നടിച്ചേ. എന്റെ ജീപ്പ് ഓപ്പൺ ജീപ്പിന്റെ അടുത്ത്. ഓപ്പൺ ജീപ്പ് അതല്ല ദാമ്പത്യോ സലീമിന്റെ കോയി അർക്കാൻ പച്ച കോയി കുറുക്കം വന്ന് കൊണ്ടുപോ. എല്ലാ ഹീലിങ്ങും കഴിഞ്ഞു മോനെ. ഇനി അതിന്റെ IQ പ്ലേ ഉണ്ടോ നോക്കാം. ഏതാ കളി? എടാ ഇതായിരുന്നു കൈ സ്ലിപ്പ്. എടാ കൈ തോടല്ല അടുക്കട ആളുണ്ട് കേട്ടോ. എന്നെ എൻ്റെ അടുത്ത ആളുണ്ട്, എൻ്റെ കൈ അടക്കി. ഓൾഡ് മൂവ്മെന്റ് പോയി കൊണ്ടേന്നിൻ്റെ എന്നാ അവിടെ മുത്ത ഞാൻ കളിച്ചിട്ട് അവിടെ ഞാൻ 1 മാസമായി കളിച്ചിട്ട്. പിന്നെ ഞാൻ ഇന്ന് ഫുള്ള് ഉറക്കത്തിലാ മുത്ത. ഞാൻ ഉറക്കിലാ കളിച്ചത്. ഓക്കെ വിശാൽ പേരുള്ളൊന്നും കൊന്നിടല്ല. അവിടെ ഞാൻ ഉറക്കപ്പിച്ചിലാ കളിക്കുന്നു മുത്ത. ഞാൻ കാര്യം പറയല, ഉറക്കപ്പിച്ചിലാ കളിക്കുന്നത്. അതുകൊണ്ടാണ് ഇല്ല ഞാൻ ശരിയായ കളി കളിക്കുന്നത്. ഞാൻ ഈ കുണ്ണകളെല്ലാം കളിക്കുന്നത്. എടേ
നീ കളി നീ റിട്ടയർ ആയെന്നെല്ലാം കേട്ടെ. ആരോ പറയുന്നിട്ട് എന്നെ കാണല്ലോ പിന്നെ. ലൈവാ ഇവന്റ് എങ്ങനെയുണ്ട്? പുതിയ ഇവന്റെ പൊളി മൊത്തം ഹയസ്റ്റ് തൂറിയിട്ടടക്കിയ ചാകുന്നു എല്ലാ മാച്ചും. പക്ഷെ പണ്ടില്ല കളിക്കാൻ. ഞാൻ അടിച്ചു 2 3 അത്ര ലാസ്റ്റ് കളി എത്രയാണോ 3 അടിച്ചു ഞാൻ. എത്ര കില്ല്? 3. ലെറ്റ്സ് ഗോ. GTA എടാ മുത്തേ GTA കേറില്ല. ഓടാൻ തന്നെ കുറച്ച് സമയം എടുക്കും. നമുക്ക് കുറച്ച് കഴിഞ്ഞ് കളിക്കാം. ലാസ്റ്റ് കളിക്കാം GTA. സത്യം പറഞ്ഞ ഗെയിം കളിക്കാനുള്ള ഷാമിൽ ഷാനു ഡൊനേറ്റഡ് 44 രൂപ ത്രൂ ഗൂഗിൾ പേ. ഇക്കത്തോടെ കാണിക്കോ പ്ലീസ്. ഞാൻ സഹായിച്ചു കൊടുക്കാന്ന് വെച്ചാ കണ്ടോ. എന്താ കാണിച്ചു കൊടുക്കുന്നത്? അങ്ങനെയല്ല ഞാൻ അങ്ങനെയല്ലോ ഒരാള് വന്ന ആഗ്രഹം പറയുന്നില്ലേ. എന്താ കാണിച്ചു കൊടുത്തത്? തൊട കാണിച്ചു കൊടുത്താ തൊടയാ നിനക്കും കാണിച്ചോ? കണ്ടില്ല തത്തമ്മന. തത്വമനെയാ? നിന്റെ തത്തമ്മ തത്വമ എന്താ സാധനം? നീ ഇക്കാക്കനോട് ചോദിക്ക. അക്കീഫിനെ അറിയാം. അക്കീഫ് ഒരു ദിവസം തത്തനെ കാണിച്ചാന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അത് ഓർമ്മയുണ്ട് മൊത്തേ. ഓർമ്മയുണ്ട്. എന്നിട്ട് കണ്ടാ ശരിയായ ആഫ്രിക്കൻ ജീനാന്ന് തോന്നല്ലേ അക്കീഫിന്? ആഫ്രിക്കൻ ജീന കുറച്ചെന്തോ DNA ആഫ്രിക്ക എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ തത്തയാണല്ലോ. അഡോപ്റ്റ് ചെയ്തതല്ലേ? എങ്ങനെ ഗ്രീൻ ആപ്പിൾസ്? ഇതെന്താ എല്ലാരും ഗ്രീൻ ആപ്പിൾസ്? എന്താണ് എല്ലാരും ഗ്രീൻ ആപ്പിൾസ് പറയുന്നത്? 700 രൂപ തന്നെ RP. ഞാൻ റൂട്ടറില്ല പ്രോ സ്ട്രീം. എനിക്ക് തീരെ മൂടില്ല ആണോ. ഞാൻ മിക്കവാറും ഇപ്പം നിർത്തും. ഞാൻ എന്തായാലും മിക്കവാറും ഇപ്പം നിർത്തും. സൈറക്സ് ലൈവ് എല്ലാവരും സൈറക്സിന്റെ ലൈവിലേക്ക് പോയിക്കോ. ഓക്കെ ഞാൻ എന്തായാലും ഈ കളി കഴിയുമ്പോഴേക്കും ഞാൻ മിക്കവാറും ലൈവ് നിർത്തും. അല്ലടാ ഞാൻ ഇന്ന് രാവിലെ മുതൽ വേറെ പരിപാടിക്ക് ഇറങ്ങിയിട്ട് എന്റെ കണ്ണെല്ലാം ഇങ്ങനെ താവുന്നു, ഇങ്ങനെ അടയുന്നു. കഴിയുന്നില്ല. ഈ ഇവന്റിലെ ഫസ്റ്റ് ലൈവാ? ഫസ്റ്റ്. Watch out. ഹലോ. തന്റെ മകൻ തന്തയില്ലാത്തവനെ എടാ അനക്ക് ഗണ്ണാണ്. എന്ത് അടിയാണിത്? ഗണ്ണില്ല, ഇവിടെ കാലിയാണ്. അയ്യോ I got you. I need attachments. തൊപ്പി സേഫാ? ഡയറക്റ്റ് വരട്ടെ? തീരെ സേഫല്ല. 1 HP അടിക്കാൻ നോക്കിയാൽ ചാവും.
ആ മതിന്റെ ആക്കിലല്ലോ ആള്. ഞാൻ തിരിഞ്ഞോടും മിക്കവാറും ഞാൻ തിരിഞ്ഞോടും. മൂന്നാളെ നോക്കല്. അവസ്ഥയുടേത്. അയ്യോ പോയി എന്റെ പ്രശ്നമല്ല, ഇവര് ഊരിട്ടന്റെ അകത്ത് ഡയറക്സിന് കളിക്കാൻ അറിയില്ല. അതാണ് ഡയറക്സിന് പൊക്കാൻ കഴിയോ? ശരിക്കും പൊക്കാൻ കഴിയോ? അറിയില്ലടാ. അന്റെ ഇഷ്ടം നീന്താൻ പറ്റും നോക്കായി കഴിഞ്ഞാൽ. അറിയില്ലേ? വള്ളത്തുനിന്ന് റിവൈവും ചെയ്യാൻ പറ്റും. ക്യാഷ് റിട്ടേൺ എന്താ? റീകോൾ ചെയ്യാം ആരെങ്കിലും. റീഫണ്ട് ഇതെന്താന്ന് ഞാൻ ഇവിടെ അക്ഷയ സെന്ററിൽ നടത്തുന്ന റീഫണ്ട്. ഇതെന്തടി എടി ഇവന്റിലേക്ക് എന്നെ പിന്നെ പോകാൻ പറ്റില്ല. അങ്ങോട്ട് പോവാം. പോവാൻ പറ്റുമല്ലോ. പോവാൻ പറ്റും. പോകുന്നില്ലെന്ന് ചോദിച്ചു. പോവാൻ പറ്റും നമുക്കറിയാം. പച്ചക്കറി. താങ്ക്സ്. I'm recalling a teammate. Thanks. ബ്രോ ഞാൻ ഇത്ര സമയം ഞാൻ പറഞ്ഞ് ഞാൻ രാവിലെ 7 മണി മുതൽ ഞാൻ ഇവിടെ രാത്രി വരെ ഞാൻ വീട്. അപ്പം ഇപ്പം എനിക്ക് വീട് കിട്ടിയത്. ഞാൻ ഫുൾ ടയേർഡാണ്. എനിക്ക് ഉറങ്ങണം. ഓക്കെ, അതാണ് എല്ലായിട്ട് ഞാൻ നിൽക്കുന്നത്. അധികം ഒന്നും സംസാരിക്കാണ്ട് ഞാൻ നിൽക്കുന്നത്. കളിക്കാനും പറ്റുന്നില്ല. ഫുൾ എല്ലാം തെറ്റാണ്. ഓക്കെ, പ്രശ്നത്തെ പച്ചക്കറി വാ. എന്റെ ഫ്രണ്ടിലാളുടെ ആള് ഏതാ മോനെ ഞാൻ തന്നെ കിങ്. എന്നാ പിന്നെ ഇന്ന് ലൈവ് നിർത്തണം തോന്നുന്നു. ഞാൻ കുറച്ചൊന്ന് ശരിയായ കളി കളിക്കാൻ ചെയ്യുന്നു. ചുറ്റിലൊരു വൈപ്പെടുത്ത ഈ നായിന്റെ മക്കളെ ബായില്ലേ, ബായ് വേണ്ടേ. പിന്നെ ബായ് തൊള്ള തുറക്കൂല. പിന്നെ വാണം വിട്ട് ബോധം Please recall me. എന്ത് വിട്ടിട്ട് ബോധം പോയാണൊക്കെ. ഓ ഷിറ്റ് മാൻ. Nani kashira are? കോഴിയൊക്കെ ഒരു കഴിച്ചില്ല ഇതുവരെ. അടിക്കാരെങ്കിലും തുപ്പി കമോൺ. ഇപ്പൊ നോക്കിക്കോ മോളെ, ചത്ത കണ്ടോ കണ്ടോ സ്പെക്ക് ചെയ്ത മോളെ. ഈ കളിയിൽ നിന്നെ ഇംപ്രസ് ആക്കിയില്ലെങ്കിൽ ഇതാ അല്ലല്ല റൈറ്റില് മതിന്റെ കോർണറിൽ അവിടെ ഏത് പറഞ്ഞത്? ഉള്ളിലൊക്കെ ആളുടെ കാണുന്നില്ല. ഇപ്പത്തെ കൂടെ പോരാ. ഇപ്പൊ ഒരു 1v4 എടുത്താണ്ടല്ലോ. അങ്ങോട്ട് എടുത്ത് കാണിക്ക്. ഇവൾക്ക് റീകോൾ ഉണ്ട്. എന്താ ലെഫ്റ്റില്
നേരെ മുമ്പിൽ വെക്ക്. റീകോണ്ട്. ഓക്കെ ഓക്കെ. ശരിയായ കളി. അയ്യോ അല്ല അങ്ങനെയുണ്ട്. വണ്ടി ലെഫ്റ്റിൽ വന്നേ നേരത്തെ. ബ്രിഡ്ജിലുണ്ട്. റൈറ്റില്. ഓക്കെ. ഒരുത്തന്നെ ഈ സൈഡ് ഒരുത്തന്നെ. മക്കളെ ഞാനില്ല മൈ വൃത്തിയാക്കണം. മൈര നിന്നെ ആദ്യം ഇവിടെ പണിക്കാക്കിനി. വൃത്തിയാക്ക് പോണ്ടേ, നാളെ മൂവ് ചെയ്യണ്ടേ. എടാ ഞാൻ കാര്യം പറ്റേ, മമ്മു കാരണം ഞാൻ ചത്ത. ഇവന് ഇടാം